ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ 097/2022 ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ ഇൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടന്ന എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്, സൊല്യൂഷൻ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. 100 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ എക്സാമിൽ മേജർ ആയിട്ട് വന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം സർവേ ആയിരുന്നു. ഏകദേശം 60+ ക്വസ്റ്റ്യൻസ് സർവേന്ന് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ 097 ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ പരിപാടി തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഓരോന്നോരോന്നായി നമുക്ക് എറിഞ്ഞിടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിൽ ഓട്ടോ കാഡ് ഉണ്ട്, സർവേ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, എസ്റ്റിമേഷൻ ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്. സിലബസിലെല്ലാം മെൻഷൻ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ വിച്ച് ട്രയാങ്കിൾ ഓൾ ദ 3 ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി ആൻഡ് അൺഈക്വൽ എന്നാണ്. ഓൾ ദ ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി ആൻഡ് അൺഈക്വൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അൺഈക്വൽ എന്ന് കാണിക്കാം. സോ ഓപ്ഷൻ ഏതാ വരുന്നത്? ഡയറക്ട്ലി പറയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ അക്യൂട്ട് ആംഗിൾ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, തലേന്റെ മോളല്ലോ, അല്ല. എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഈസ് നോൺ ആസ്. എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ and opposite angles are equal is known as. ഓരോ ഓപ്ഷൻ വായിച്ചു നോക്കണം. റെക്ടാംഗിൾ, ട്രപ്പിസോയിഡ്, റോംബോയിഡ് ആൻഡ് റോംബസ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, റോംബോയിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 3 കോണ്ടൂർ ആണ്. കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആർ യൂസ്ഡ്. കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആർ യൂസ്ഡ് ഇൻ. ഇതൊക്കെ ഡ്രോയിങ്ങിലെ പോർഷൻസ് ആണ്. ഇതെല്ലാം ഡ്രോയിങ്ങിലെ പോർഷൻസ് ആണ്. ഡയറക്റ്റ് ആണ്, തിയറി ആണ്. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. Yes, continuous thin lines are used as. ഏതാ വരുന്നത്? Dimension lines, cutting planes, outline of a adjacent part and option D, line of symmetry. ഏതാണ് ഓപ്ഷൻ വരിക? Answer is option A. Yes, dimension line. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which one of the following statement is not correct എന്നാണ്. നോക്കിയേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചാടിക്കേറി വായിക്കാൻ നിൽക്കരുത്, ആൻസർ തെറ്റും. ഇടങ്ങാറുണ്ടാക്കരുത്. Yes, which of the following statement is not correct in the case of aligned system എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, dimension value placed perpendicular dimension line. ഓപ്ഷൻ ബി, dimension can read only from the bottom edge of the drawing sheet. ഓപ്ഷൻ സി, dimension can be read from the bottom edge or right hand edge of the drawing sheet. ഓപ്ഷൻ ഡി, dimension should be placed near the middle and above but clear of the dimension line. ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ? യാതൊരു സംശയവുമില്ല, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, എ റെഗുലർ പോളിഗൺ, പെന്റഗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാവിംഗ് ആൻ ആംഗിൾ ഓഫ്. എ റെഗുലർ പെന്റഗൺ ഹാവിംഗ് ആൻ ആംഗിൾ ഓഫ്. ഇത് 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. പഴയ 4ാം ക്ലാസ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചോദിക്കാറുണ്ട്. നോക്കിയേ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 5 വരുന്നത് 90, 540, 180, 108. തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി 108 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പ്ലെയിൻ ഫിഗർ ബൗണ്ട് ബൈ എ കർവ് formed by the locus of a point which moves so that it is always at a fixed distance from a stationary point called. Option A, cycloid. Option B, ellipse. Option C, circle. And option D, involute. Yes, ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി, സർക്കിൾ ആണല്ലേ? സർക്കിളിന്റെ ബേസിക് ഡെഫിനിഷൻ ആണ് പറയുന്നത്. യെസ്, which moves so that it always at a fixed distance from a stationary point. എന്ന് വെച്ചാൽ റേഡിയസ് എല്ലാം സെയിം ആയിരിക്കില്ലേ? ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് ടു ദ പെരിമീറ്റർ എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ഡെഫിനറ്റ്ലി മറ്റൊന്നുമല്ല, സർക്കിൾ ആണ്. വിച്ച് സ്കെയിൽ ഈസ് സ്യൂട്ടബിൾ ടു കൺവേർട്ട് ഫാരൻഹൈറ്റ് ഇൻടു സെൽഷ്യസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, നോക്കി എല്ലാ ഓപ്ഷനിലൂടെ കടന്നു പോവുക. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും, യാതൊരു സംശയവുമില്ല. എന്നാലും ചാടിക്കേറി ആൻസർ ചെയ്യാതെ എല്ലാ ഓപ്ഷൻസിലൂടെയും കടന്നു പോവുക. ഇടങ്ങാറുണ്ടാക്കരുത്. എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം തെറ്റിപ്പോയിന്ന് തലക്കേ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ, കമ്പാരിറ്റീവ് സ്കെയിൽ. ഓപ്ഷൻ ബി, ഡയഗണൽ സ്കെയിൽ. ഓപ്ഷൻ സി, വെർനിയർ സ്കെയിൽ. ആൻഡ് ഓപ്ഷൻ ഡി, റെട്രോഗ്രേഡ് വെർനിയർ ആണ്. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ ആൻസർ ഓപ്ഷൻ എ, കമ്പാരിറ്റീവ് സ്കെയിൽ ആണ്. ഡ്രോയിങ് ആണ് ടോപ്പിക്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, സൂം ചെയ്യാൻ കാണാൻ പറ്റുന്നില്ലേ? ലൈൻ എ ബി 30 ഡിഗ്രി ഇൻക്ലൈൻ ടു ഹോറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. Yes, if the line at first quadrant, which one of the, if line is in the first quadrant, if the line is at the first quadrant, yes, ഒരു കോമ വേണ്ടിയിരുന്നു അല്ലേ? which one of the following statement is correct എന്നാണ്? Yes, option A, elevation will be actual length 30 degree inclined and below xy line.
elevation will be shorter than the actual length and above xy line. Elevation will be shorter than the actual length 30 degree inclined and below xy line. And the last option, elevation will be of actual length 30 degree inclined above xy line. So ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? Let's move to the next question. The length of a line in an isometric projection എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. വെറുതെ പ്രീവിയസ് ഇയറിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എവിടെ മറച്ചു നോക്കിയാലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഈക്വൽ ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ലൈൻ. ഓപ്ഷൻ ബി 0.8 ടൈംസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ലൈൻ. ഓപ്ഷൻ സി 1.82 ടൈംസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ലൈൻ. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? Let's move to the next question. Yes, again drawing ആണ്. When a cone is cut inclined to the axis of the baseline ആണ്. When a cone is cut inclined to the axis of the baseline, yes, ഏതാണ് ഓപ്ഷൻ വരുന്നത്? It is ഓപ്ഷൻ സി. Yes, truncated cone ആണ് അല്ലേ? യെസ്, എല്ലാ ഓപ്ഷൻസിലൂടെയും കടന്നു പോകണേ. എല്ലാ ഓപ്ഷൻസിലൂടെ കടന്നു പോകണം. നമുക്ക് 100 ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഈ സെഷനിൽ ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട് നമ്മളെ പരിപാടിയാണ്. സർവേ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിലെ സർവേ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, എസ്റ്റിമേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ടീം വരികയാണ്. കൂടുതലും സർവേയിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഹൗ മെനി ലിങ്ക്സ് ആർ ദേർ ഇൻ എ ഗന്ധർ ചെയിൻ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 11 ഓപ്ഷൻ എ 16, 66, 33, 100. ക്വസ്റ്റ്യൻ വായിക്കും ആൻസർ വന്നു. എന്നാലും ഓപ്ഷനിലൂടെ കടന്നു പോവുക നിർബന്ധമാണ്. നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 100 നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. എത്രയാണ് ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 66 ആണ് അതിന്റെ ലെങ്ത്. 66 ഫീറ്റ്. അത് മീറ്ററിലും കൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ 20.12 മീറ്റർ എന്ന് കാണപ്പെടാറുണ്ട്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4ാം ക്ലാസ്സും ഗുസ്തിയാണ് ക്വസ്റ്റ്യൻ എല്ലാം. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. 10,000 സ്ക്വയർ മീറ്റർ സ്ക്വയർ, 1000 മീറ്റർ സ്ക്വയർ, 4047 മീറ്റർ സ്ക്വയർ, 404.7 മീറ്റർ സ്ക്വയർ ആണ്. 4ാം ക്ലാസ്സും ഗുസ്തിയും അഗെയിൻ എത്രയാണ്? 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ എ. അടുത്ത് നോക്കിയ, ഫോർ എ ഹയസ്റ്റ് പ്രിസിഷൻ വർക്ക് ദ ബേസ് ലൈൻ മെഷർമെന്റ് ഈസ് ഡൺ വിത്ത്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യപ്പെടേണ്ട ട്രയാങ്കുലേഷനിലെ ലൈനാണ് ബേസ് ലൈൻ. കാരണം ബാക്കി എല്ലാ ലൈനുകളും ഈ പറയുന്ന ബേസ് ലൈനെ അടിസ്ഥാനമാക്കിയാണ് ഇനി അങ്ങോട്ട് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് ലൈനെ നിങ്ങൾ ഏറ്റവും ആക്യുറസിയോടുകൂടി മെഷർ ചെയ്യണം. ആൻഡ് ഏറ്റവും ആക്യുറസിയോടുകൂടി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെട്രിക് ചെയിൻ, സ്റ്റീൽ ടേപ്പ്, ഇൻവാർ ടേപ്പ്, മെറ്റാലിക് ടേപ്പ്. ഏതാണ്? ഓപ്ഷൻ സി മെറ്റാലിക് ടേപ്പ്, സോറി ഇൻവാർ ടേപ്പ്. ഇൻവാർ ടേപ്പ് ആണ് ഏറ്റവും പ്രിസൈസ് ആയിട്ട് ലീനിയർ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേപ്പ്. കാരണം എന്താണ്? ഇൻവാർ ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ ആണ്. യെസ്, ആ അലോയിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ലെസ് ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ലെസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അതായത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് അതിന്റെ സ്വഭാവം മാറില്ല. ലെസ് എക്സ്പാൻഷൻ ആയിരിക്കും, ലെസ് കോൺട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതിന്റെ സ്വഭാവം മാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഷുഡ് ബി ദ ലിമിറ്റ് ഓഫ് ഓവറോൾ ലെങ്ത് ഓഫ് എ 30 മീറ്റർ ചെയിൻ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ കണ്ടാൽ അറിയാം. ദേ ആർ ആസ്കിംഗ് ഫോർ ദ ടോളറൻസ് ഓഫ് എ ചെയിൻ ആണ്. ഓപ്ഷൻ എ ±5, ഓപ്ഷൻ ബി ±8, ഓപ്ഷൻ സി ±4, ഓപ്ഷൻ ഡി ±6 ആണ്. തീർച്ചയായിട്ടും യാതൊരു സംശയം ഉണ്ടാവരുത്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഓപ്ഷൻ ബി അല്ലെ, ±8 mm ആണ്. ഇവിടെ ഓർക്കുക, ബാക്കി പോയിന്റുകൾ 20 മീറ്റർ ചെയിൻ ആണെങ്കിലോ, ഹലോ, ചെയിൻ നമ്മുടെ 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ അത് ±5 mm ആണ്. നിങ്ങളുടെ ചെയിൻ 5 മീറ്ററോ അല്ലെങ്കിൽ 10 മീറ്റർ ചെയിനോ ആണെങ്കിൽ, മെട്രിക് ചെയിൻ ആണെങ്കിൽ, ദെൻ നമ്മളെ ടോളറൻസ് വരാൻ പോകുന്നത് ±3 mm ആണ്. ആ ഓർഡർ തന്നെയാണ് പഠിക്കുന്നത്. ബാക്കി കാര്യങ്ങളും കൂടി ഓർക്കുക. ഫോർ ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ചെയിൻ നമുക്കറിയാം, എന്നാലും ഓപ്ഷനിലൂടെ കടന്നു പോവാം. ലിങ്ക്സ് ആർ മെയ്ഡ് അപ്പ് വിത്ത് മൈൽഡ് സീൽ ഓഫ് വയർ 4 mm. ഹാൻഡിൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്യുവൽ ജോയിന്റ് ആണ്. ലിങ്ക്സ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് 3 സർക്കുലർ റിങ്സ് ആണ്. നോക്കിയ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബിയും ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്. ബട്ട് ഫ്ലെക്സിബിലിറ്റി മേജർലി പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15. യെസ്, ഈവൻ ദോ സ്യുവൽ ജോയിന്റ് എന്ന് പറയുന്ന പരിപാടിയും ഫ്ലെക്സിബിലിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ആരാണ്? 3 സർക്കുലർ റിങ്സ് ആണ്. ലെറ്റ്സ് സേ ഈ ക്വസ്റ്റ്യനിൽ നാളെ നാളെ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് ബോത്ത് ബി ആൻഡ് സി ആണെങ്കിലോ, ബോത്ത് ബി ആൻഡ് സി എന്ന രീതിയിലാണ് ഓപ്ഷൻ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കേണ്ടിയിരുന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ അങ്ങനല്ല.
നോക്കിയേ, ബോത്ത് സർക്കുലർ റിംഗ്സ് ആൻഡ് സ്യൂവൽ ജോയിന്റ് ഇമ്പാർട്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ എ ചെയിൻ ആണ്. അതിൽ ഏതെങ്കിലും ഒന്നാണ് ആൻസർ ചെയ്യേണ്ടതെങ്കിൽ ഗോ ഫോർ സർക്കുലർ റിംഗ്സ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിള്, 4ാം ക്ലാസ് ക്വസ്റ്റ്യൻ. ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ്. റേഞ്ചർ ആണ് യൂസ് ചെയ്തത്. റേഞ്ചിങ് എപ്പോഴാണ് ചെയ്യുക? when the length to be measured is more than the chain length. 30 മീറ്റർ ആണ് ചെയിൻ ലെങ്ത് മാക്സിമം ഉള്ളത്. ചിലപ്പോൾ ഒരു 60, 90, 100 നിങ്ങൾക്ക് മെഷർ ചെയ്യണമെങ്കിൽ ചെയിൻ പലതവണ കടത്തി വെക്കേണ്ടി വരും. ഓപ്ഷൻസിലൂടെ കടന്നു പോവുക. ദ ലൈൻ ഈസ് ഷോർട്ട്, ഒരിക്കലും അല്ല. ദ എൻഡ് ഓഫ് ദ ലൈൻ ആർ നോട്ട് ഇന്റർവിസിബിൾ. യെസ്, അത് ശരിയാണ് വേണമെങ്കിൽ പറയാം. there is an obstruction, അതും ശരിയാണെന്ന് വേണേൽ പറയാം. ശരിക്കും ശരി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞ പല ആൻസറുകളിൽ ശരിക്കും ശരി ഏതാണ്? ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 16 ഡി ആണ്. ഓക്കെ അല്ലേ? ലാറ്ററൽ മെഷർമെന്റ് ടേക്കൺ അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ് ടു ദ സർവേ ലൈൻ. ലാറ്ററൽ മെഷർമെന്റ് നോക്കിയേ, ചിലർക്കെങ്കിലും ഇതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അവർക്ക് വേണ്ടി പറയുകയാണ്. ഹലോ, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ മെയിൻ സർവേ ലൈൻ എ ബി. ഇതാണ് നമ്മുടെ മെയിൻ സർവേ ലൈൻ എ ബി ആണ്. ഈ പറയുന്ന സർവേ ലൈനിന്റെ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഇതല്ലേ, ദിസ് ഈസ് ദ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ. ആൻഡ് തീർച്ചയായിട്ടും ഈ വരച്ചിരിക്കുന്ന ലൈൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ലൈൻസ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ. ഉറപ്പാണ്. ദീസ് ലൈൻസ്, വാട്ട് എവർ ദീസ് ലൈൻസ് ആർ, ദേ ആർ പ്ലോട്ടഡ് ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ. ഈ പറയുന്ന വൈറ്റ് കളർ ലൈനിന് നിങ്ങൾ 90 ഡിഗ്രിയിലുള്ള ലൈൻ വരച്ചോളൂ. യെസ്, ലൈക്ക് ദിസ്. നൗ ദിസ് ലൈൻ ഈസ് അറ്റ് 90 ഡിഗ്രി. ഏത് ഡയറക്ഷനിലാണുള്ളത്? ലാറ്ററൽ ഡയറക്ഷനിലാണുള്ളത്. നമ്മളുടെ മെയിൻ സർവേ ലൈനിന് ലാറ്ററൽ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ സാധനം, അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ഓപ്ഷനിലൂടെ കടന്നു പോവുക. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്, ടൈ ലൈന്, ചെക്ക് ലൈന്, ഒബ്ലീക്ക് ഓഫ്സെറ്റ് അല്ല. ഇതും അത് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് 90 ഡിഗ്രി. 4ാം ക്ലാസ് ഗുസ്തിയാണ്. ഓപ്ഷൻ എ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? യെസ്, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 17 എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സർവേ വർക്ക് is recorded by survey work is recorded by measurement and sketches in what? field note, survey book, field book, all of the above. ഒരു സംശയം ഉണ്ടാവരുത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഫീൽഡ് ബുക്ക് ആണ് നമ്മുടെ മെയിൻ ടീം. ഫീൽഡ് നോട്ടോ അങ്ങനെ സാധനമില്ല. ക്ലിയർ അല്ലേ? Let's move to the next question. Which one of the following is an example of vision obstructed and chaining is free? കാഴ്ചയില്ല ബട്ട് നമുക്ക് ചെയിനിങ് പോസിബിൾ ആണ്. വിഷൻ ഈസ് ഒബ്സ്ട്രക്റ്റഡ് ബട്ട് ചെയിനിങ് ഈസ് ഫ്രീ. ഏറ്റവും ഫേമസ് നോക്കിയ ബിൽഡിംഗ്, റൈസിംഗ് ഗ്രൗണ്ട്, പോണ്ട് ആൻഡ് റിവർ. എല്ലാത്തിന്റെയും തിയറി എന്താണെന്നും ഓരോന്നിന്റെയും എക്സാമ്പിൾ വെച്ച് വരച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, റൈസിംഗ് ഗ്രൗണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് റേഞ്ചിങ് പോസിബിൾ ഉള്ളൂ. ആ സമയത്തുള്ള റേഞ്ചിങ്ങിനെ നമ്മൾ റെസിപ്രോക്കൽ റേഞ്ചിങ് അല്ലെങ്കിൽ ഇൻഡയറക്ട് റേഞ്ചിങ് എന്ന് പറയാറുണ്ടായിരുന്നു. ആൻഡ് ദ മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ് റിക്വയർഡ് ഇൻ എൻ ഇൻഡയറക്ട് റേഞ്ചിങ് ഈസ് 4 എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20, ദ ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇൻ ചെയിനിങ് സർവേ ഈസ് ടേക്കൺ വിത്ത്. ഓപ്ഷൻ എല്ലാം വായിച്ചു നോക്കണേ, ചാടിക്കേരി ആൻസർ ചെയ്യരുത്. കിലോമീറ്റർ, അബ്നി ലെവല്, തിയോട്ടലായിട്ട്, ഓൾ ദി അബവ്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും നാട്ടിൽ നമുക്ക് ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും. സോ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബവ്. അടുത്ത് നോക്കിയേ. യെസ്, ഇൻ എ ട്രാവേഴ്സ് സർവേയിങ് ദ ഡയറക്ഷൻ ഓഫ് ലൈൻസ് ആർ മെഷേർഡ് വിത്ത്. ഡയറക്ഷൻ ആണ് ട്രാവേഴ്സ് സർവേയിൽ. ഡയറക്ഷൻ അതായത് ആംഗിള് അതായത് ബിയറിംഗ് ഈസ് മെഷേർഡ് ബൈ മീൻസ് ഓഫ് ചെയിന്, ക്ലിനോമീറ്റർ, കോമ്പസ് ആൻഡ് ടേപ്പ്. യാതൊരു സംശയമില്ല, ഓപ്ഷൻ സി കോമ്പസ് ആണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് നോക്കിയാൽ ഇത് വളരെ ഫേമസ് ആണ്. പണ്ട് 4ാം ക്ലാസ് മുതലേ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒരു പരിപാടിയാണ്. സർവേയിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സർവേയിൽ മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്സൺസ് റൂൾസ് ദ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ആർ. ഓപ്ഷൻ എ ഓഡ്, ഈവൻ, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. യാതൊരു സംശയം ഉണ്ടാകരുത്. ഓഡ് നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ചങ്ങായിന്റെ റൂള്, സിംപ്സൺസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൂപ്പര് പറഞ്ഞ റൂള് അപ്പോൾ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ദ ഏരിയ ഓഫ് ദ ഫിഗർ ഹാവിംഗ് ഇറഗുലർ ഓർ കർവ് ബൗണ്ടറീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ. ഇറഗുലർ ഷേപ്പ് ഉള്ള നമുക്ക് പ്ലോട്ടിന്റെ ഏരിയ മെഷർ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്?
പെൻഡഗ്രാഫ്, സിംസൺസ് റൂള്, ട്രപ്പിസോഡൽ റൂള്, യൂസിങ് പ്ലാനിമീറ്റർ. ഒരു സംശയവുമില്ല, ഓപ്ഷൻ ഡി 23. ഓപ്ഷൻ ഡി പ്ലാനിമീറ്റർ ആണ്. പ്ലാനിമീറ്റർ ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ ഏരിയ ഓഫ് ഇറഗുലർ ഷേപ്സ് ആണ്. റെഗുലർ ഷേപ്പിന്റെ ഏരിയ മെഷർ ചെയ്യാൻ ഒരു സാധനത്തിന്റെയും ആവശ്യമില്ല. ആ ഷേപ്പ് റെഗുലർ ആണല്ലോ, നമുക്ക് 4ാം ക്ലാസ്സും ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? 24. Which one of the following is required while preparing the site plan ആണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, സോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. Is that okay? Yes. Let's move to the next question. The accuracy of the whole of the detail in the survey work depends upon the straightness and accuracy of. മൊത്തം സർവേയിൽ ഈ പറയുന്ന ആക്യുറസി ആൻഡ് സ്ട്രെയിറ്റ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രയാങ്കുലേഷൻ ആണ്, ഓപ്ഷൻ കണ്ടാൽ അറിയാം. നോക്കിയേ, ഓഫ്സെറ്റ് ലൈന്, ബേസ് ലൈന്, ചെക്ക് ലൈന്, ടൈ ലൈൻ. നിങ്ങളുടെ മൊത്തം സർവേ വർക്ക് വളരെയധികം ആക്യുറേറ്റ് ആകണം. ആക്യുറേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ വർക്ക് ആക്യുറേറ്റ് ആകണമെങ്കിൽ the longest line which almost divides the entire area into two, which is termed as baseline, അത് ഏറ്റവും ആക്യുറസിയോട് കൂടി മെഷർ ചെയ്യേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേറെ ഏതോ ക്വസ്റ്റ്യനിൽ. സോ തീർച്ചയായിട്ടും ഏതാണ്? നിങ്ങളുടെ ബേസ് ലൈൻ ശരിയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ പരിപാടിയും ശരിയാവുള്ളൂ. ബേസ് ലൈൻ പോയാൽ ബാക്കിയുള്ള എല്ലാ സാധനവും കയ്യിൽ നിന്ന് പോയി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്കിയേ, ദ ലെവൽ ഡെസിഗ്നേറ്റഡ് ആസ് സെൽഫ് അലൈനിങ് ലെവൽ ആണ്. ദ ലെവൽ ഡെസിഗ്നേറ്റഡ് ആസ് സെൽഫ് അലൈനിങ് ലെവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടിൽറ്റിംഗ് ലെവൽ അല്ല, ഡംപി ലെവൽ അല്ല, വൈ ലെവൽ അല്ല. അതിനാലേ അതിപ്പോ പേര് കേട്ടാൽ അറിയാൻ പറ്റും. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഓട്ടോ ലെവൽ ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഓട്ടോ ലെവൽ. അടുത്ത് നോക്കിയേ, 4ാം ക്ലാസ്സും ഗുസ്തിയാണ് ചോദിക്കുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളും ചെയ്യും, നാട്ടിലുള്ള എല്ലാവരും ചെയ്യും. 100 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 80 മാർക്കോളം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബാക്കി 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്രത്തോളം ശരിയായി ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സോ എല്ലാ മുക്കും മൂലയും അരിച്ച് പെറുക്കിയിട്ടേ നമ്മൾ എക്സാം ഹോളിന്റെ അടുത്തേക്ക് പോകുള്ളൂ. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ ലെവലിംഗ് സ്റ്റാഫ് എന്നാണ് ചോദ്യം. 5 mm ആണ് ആൻസർ. യെസ്. ഓപ്ഷൻ ഏതാ വരിക? 27 ഓപ്ഷൻ ബി അല്ലേ? 27 ഓപ്ഷൻ ബി 0.005 മീറ്റർ. 5 mm. Yes, or that much meter. Next question നോക്കിയേ, the imaginary line joining the intersection of crosshairs and the optical center of the object. And the optical center of the object എന്താണ്? Yes, it can be either line of sight or it can be either line of collimation. Line of sight ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ line of sight ആയിരിക്കണം. നിർഭാഗ്യവശാൽ ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? line of collimation ഉള്ളൂ. അല്ലെങ്കിൽ അതെന്താണ്? ഭാഗ്യവശാൽ ഇപ്പോൾ line of collimation ഉള്ളൂ. ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്തായിരുന്നു? ഹോയ്, ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്തായിരുന്നു? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ലെൻസും നിങ്ങളുടെ ഐ പീസിന്റെയും സെന്റർ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ സെന്റർ നിങ്ങളുടെ ഐ പീസിന്റെ സെന്റർ ജോയിൻ ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ യെസ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ അടുത്തായിട്ട്, ഏതിന്റെ അടുത്തായിട്ട്? നമ്മൾ ഈ പറഞ്ഞ യെസ് ഐ പീസിന് അടുത്തായിട്ട്, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഐ പീസ് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്കൊരു സാധനം കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡയഫ്രം ആണ്. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ ഡയഫ്രം മുതൽ ഒബ്ജക്റ്റീവ് വരെയുള്ള ഈ സാധനമാണ് ലൈൻ ഓഫ് സൈറ്റ് ഓർ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന ഡിഫിനിഷനിൽ ഇപ്പോൾ ലൈൻ ഓഫ് കൊളിമേഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്ത്? അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതിന് ചോദിക്കൂലെന്ന്. അത് വീണ്ടും വീണ്ടും ചോദിക്കും. എ ബെഞ്ച് മാർക്ക് ഈസ് ഓപ്ഷൻ എ റെഫറൻസ് പോയിന്റ്, ദ വെരി ഫസ്റ്റ് സ്റ്റേഷൻ, ദ ലാസ്റ്റ് സ്റ്റേഷൻ വേർ ദ സർവേ ക്ലോസസ്, പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. യെസ്, എന്താണ്? ഓപ്ഷൻ ഡി. യെസ്, 29 ഓപ്ഷൻ ഡി. 29 ഓപ്ഷൻ ഡി, ദ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. ഫ്രം വേർ ദ ലെവലിംഗ് വർക്ക് സ്റ്റാർട്ട്. നിങ്ങളുടെ ലെവലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ നോൺ എലിവേഷൻ പോയിന്റിൽ നിന്നുമാണ്. അത് കൂടി അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 30. യെസ്, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ലെവലിംഗ് ഈസ്. എന്ത് ചോദ്യമാണ് അല്ലേ? ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ്, ടു ഡിറ്റർമൈൻ ദ ഏരിയ, ടു ഡിറ്റർമൈൻ ദ എലിവേഷൻ ഓഫ് പോയിന്റ്സ്, ടു കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ എർത്ത് വർക്ക്. ഏതാണ് വരിക? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 30C, ടു ഡിറ്റർമൈൻ ദ എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് എ പോയിന്റ്. എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31, വിച്ച് ലൈൻ ഈസ് നോർമൽ ടു പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിന്റ്. ഇത് മാരക പോയിന്റ് ആണ്. എഴുതി നോട്ടാക്കി വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. കർവ്ഡ് ലൈൻ, ലെവൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ. ഓപ്ഷൻ ബി ലെവൽ ലൈൻ. അടുത്ത നോക്കിയേ, ദ വെരി ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഇൻ എ ലെവലിംഗ് ഓപ്പറേഷൻ ഈസ് കോൾഡ്.
വെരി ഫസ്റ്റ് റീഡിംഗ് ഇൻ എ ലെവലിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാക്ക് സൈഡ്, ഫോർ സൈഡ്, ഇന്റർമീഡിയറ്റ് സൈഡ് ആൻഡ് ഇൻവേർട്ട് എന്നാണ്. ഒരു സംശയമില്ല അതിലൊന്നും. ക്വസ്റ്റ്യൻ നമ്പർ 32 ഓപ്ഷൻ എ ആണ്. ബാക്ക് സൈഡ് ഈസ് എ ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ, ഫോർ സൈഡ് ഈസ് എ ലാസ്റ്റ് റീഡിംഗ് ടേക്കൺ. ഈ ബാക്ക് സൈഡും ഫോർ സൈഡും എടുക്കുന്ന ഏതോ ഒരു സ്റ്റേഷൻ ഉണ്ട്, അതിനെ നമ്മൾ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ് എന്ന് പറയും. ആ ചേഞ്ച് പോയിന്റിൽ ബോത്ത് ഫോർ സൈഡ് ആൻഡ് ബാക്ക് സൈഡ് എടുക്കാറുണ്ട്. ചേഞ്ച് പോയിന്റിൽ ആദ്യമായിട്ട് എടുക്കുന്ന സൈഡ് റീഡിംഗ് അല്ലെങ്കിൽ സ്റ്റാഫ് റീഡിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോർ സൈഡ് ആണ്. പിന്നീടാണ് ബാക്ക് സൈഡ് എടുക്കുന്നത് ഓൺ എ ചേഞ്ച് പോയിന്റ്. ശ്രദ്ധിക്കാം, ഓൺ എ ചേഞ്ച് പോയിന്റിൽ ആദ്യം ഫോർ സൈഡ് ആണ്, പിന്നീടാണ് ബാക്ക് സൈഡ്. മറന്നു പോകരുത്, മാറിപ്പോരുത്. നെക്സ്റ്റ് നോക്കിയേ, ദ ടെലിസ്കോപ്പ് ഓഫ് എ ഡംപി ലെവൽ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 33 can be taken out of its supports and reversed. നടക്കൂല, നമ്മുടെ നാട്ടിൽ നടക്കൂല, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പെർമിറ്റ് ഇന്റർചേഞ്ച് ഓഫ് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഗ്ലാസ്. ഇല്ല, നടക്കില്ല. ഇറ്റ് ഈസ് റിജിഡ്ലി ഫിക്സ്ഡ് ഓൺ ദ ലെവലിംഗ് ഹെഡ്. യെസ്, ക്യാൻ ബി ടിൽറ്റഡ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. അത് നടക്കില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സിന്റെ ആൻസർ ആണ് ഓൺ എ ലെവലിംഗ് ഹെഡ് ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് സ്പിൻഡിൽ ആണ്. നിങ്ങളുടെ ഡംപി ലെവലിൽ ടെലസ്കോപ്പ് ഫിറ്റഡ് ആയിട്ടുള്ള, ഫിക്സ്ഡ് ആയിട്ടുള്ള, ഫിറ്റഡ് അല്ല ഫിക്സ്ഡ് ആണ്, അത് ഊരാൻ പറ്റൂല, അത് മറിച്ചും തിരിച്ചും കളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം. യു കനോട്ട് റൊട്ടേറ്റ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഡംപി ലെവലിൽ. ആൻഡ് ദ ടെലിസ്കോപ്പ് ഈസ് ഫിറ്റഡ് ഓൺ എ പാർട്ട് കോൾഡ് സ്പിൻഡിൽ ആണ്. ക്ലിയർ അല്ലേ? യെസ്, നെക്സ്റ്റ് നോക്കിയേ. An inverted staff reading is taken when the point is option A having high elevation, yes, above the line of sight, option C below the line of sight, option D below the ground level. തീർച്ചയായിട്ടും ഓപ്ഷൻ ബി. യെസ്, 34 ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ബിലോ ദ ലൈൻ ഓഫ് സൈറ്റ്, സോറി എബവ് ദ ലൈൻ ഓഫ് സൈറ്റ്. ക്ലിയർ അല്ലേ? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് മുകളിലാണ് പോയിന്റ്. വരച്ച് കാണിക്കാൻ വേണമെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഡംപി ലെവൽ വെച്ചിരിക്കുന്നത്. ഓൺ ദീസ് ലെവൽ ടെലസ്കോപ്പ് ആണ് ഈ പോയിരിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണ് ഈ പറയുന്ന സാധനം റൂഫാണ്. ലെറ്റ്സ് സേ നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് ഈ പറഞ്ഞ പി എന്ന് പറയുന്ന റൂഫിലെ പോയിന്റിന്റെ എലിവേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റിന് എബവ് അല്ലേ ഈ പോയിന്റ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് എടുക്കുക. അങ്ങനെയാണ് റീഡിംഗ് എടുക്കുന്നതെങ്കിൽ ലെവൽ ബുക്കിൽ ഫില്ല് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള റീഡിംഗ് നെഗറ്റീവ് ആയിരിക്കും. അറിയാം, ന്യൂമറിക്കൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ എല്ലാ രീതിയിലും സജ്ജരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35 എ ചേഞ്ച് പോയിന്റ് ഈസ്, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഫ്രഷ് പോയിന്റ്, എ വെരി ഫസ്റ്റ് സ്റ്റേഷൻ, എ ലാസ്റ്റ് സ്റ്റേഷൻ, ദ ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ വേർ ഫോർ സൈഡ് ആൻഡ് ബാക്ക് സൈഡ് ആർ ടേക്കൺ. ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ വേർ ഫോർ സൈഡ് ആൻഡ് ബാക്ക് സൈഡ് ആർ ടേക്കൺ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. സോറി, ഓപ്ഷൻ സി എഴുതിയത് കറക്റ്റ് ആണ്, പറഞ്ഞ മാറിപ്പോയതാ. ക്ലിയർ അല്ലേ? യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസ്ട്രുമെന്റൽ എറർ എന്നാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ തീർച്ചയായിട്ടും ഓപ്ഷനിലൂടെ പതുക്കെ കടന്നു പോവുക. യെസ്, ഓപ്ഷൻ എ നോക്കിയേ. എറർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്, എറർ ഡ്യൂ ടു സ്ലഗ്ഗിഷ് ബബിൾ, എറർ ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് സ്ലൈഡ്, എറർ ഡ്യൂ ടു സെറ്റിൽമെന്റ് ഓഫ് ദ സ്റ്റാഫ്. എ ബി സി ഇതെല്ലാം ഇൻസ്ട്രുമെന്റിന്റെ തകരാറാണ്, നമ്മുടെ തലക്കിട്ട് വെക്കണ്ട, ഇതെല്ലാം വേറെ എന്തോ സീനാണ്. ഓപ്ഷൻ ഡി എന്താണ്? യെസ്, ദാറ്റ് ക്യാൻ ബി ഒരു എന്താവാം, ഇൻസ്ട്രുമെന്റൽ എറർ അല്ലാത്ത ടൈപ്പ് ഓഫ് എറർ ആവാം. ദാറ്റ് ക്യാൻ ബി എ പേഴ്സണൽ എറർ ആവാം. ക്ലിയർ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 37 നോക്കിയേ. The apparent movement of the image relative to the crosshair. Yes. Apparent movement of the image relative to the crosshair. നിങ്ങൾ നോക്കിയേ, അതിനെ നമ്മൾ പറയുന്നത് പാരലാക്സ്, റിഫ്രാക്ഷൻ, ട്രാൻസിറ്റ്, ടിൽറ്റിംഗ്. ഓപ്ഷൻ എ എന്താണ്? പാരലാക്സ് ആണ്. ഞാൻ ഈ പറയുന്ന വൈറ്റ് പെന്നിനെ ഈ പറയുന്ന ബ്ലൂ പെന്നിന്റെ അടിസ്ഥാനമാക്കി നോക്കാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ട് കണ്ണും തുറന്നു വെച്ചുകൊണ്ട് വൈറ്റ് പെന്നിനെ ഈ പറയുന്ന ബ്ലൂ പെന്നിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ആ വൈറ്റ് പെന്നിന്റെ ഇമേജ് യെസ് അപ്പുറത്താണോ ഇപ്പുറത്താണോ, അല്ലെങ്കിൽ എനിക്ക് രണ്ട് പെന്നൊക്കെ കാണാം. യെസ് പാരലൽ ആയിട്ടുള്ള ഇമേജ് എവിടെയൊക്കെയോ ഫോം ചെയ്യുന്നത് കാണപ്പെടും. ബട്ട് രണ്ട് കണ്ണ് തുറന്നു വെച്ച് നോക്കാതെ ഒരു കണ്ണ് അടച്ചു വെച്ച് നോക്കിയേ. യെസ്, ഇപ്പോൾ എനിക്ക് ആ പറയുന്ന പെന്നിന്റെ ഇമേജ് എക്സാക്ട്ലി ഇൻ വൺ ലൈൻ കാണാൻ പറ്റും. അതായത് നമ്മൾ മനുഷ്യന്മാര് പാരലാക്സ് അവോയ്ഡ് ചെയ്തത് ബൈ ക്ലോസിംഗ് വൺ ഐ ആണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പാരലാക്സ് യെസ് ടെലിസ്കോപ്പ് ഉള്ള ഇൻസ്ട്രുമെന്റിൽ ഒഴിവാക്കാം ബൈ അഡ്ജസ്റ്റിംഗ് ബോത്ത് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് പീസ് ആണ്. ശ്രദ്ധിക്കുക, ഓപ്ഷനിൽ എന്താണ്? ഫോക്കസിംഗ് ഐ പീസ് മാത്രം ഉണ്ടാവും, ഫോക്കസിംഗ് ഒബ്ജക്റ്റീവ് പീസ് മാത്രം ഉണ്ടാവും. യെസ്, ഓപ്ഷൻ സി എന്തായിരിക്കും? ഫോക്കസിംഗ് ബോത്ത് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് പീസ്. അതാണ് ആൻസർ. ബോത്ത് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് പീസ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രോസ് ഹെയർ വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും.
ദാറ്റ് ഈസ് ടേംഡ് ആസ് അവോയ്ഡിങ് പാരലാക്സ്. പാരലാക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോസ് എയറിൽ ക്ലിയർ ആയിട്ട് ഇമേജ് വരുന്നില്ല. ഓക്കെ, ക്ലിയർ? അടുത്ത് നോക്കിയേ, കറക്ഷൻ ഫോർ കർവേച്ചർ CC ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് D is equal to 1 കിലോമീറ്റർ ആണ്. നാട്ടിലെ എല്ലാവർക്കും അറിയാം ഇക്വേഷൻ എന്താണ്, മൈനസ് 0.0785 d² ആണ്. മൈനസിന്റെ ആവശ്യമില്ല ബിക്കോസ് ദർ ഈസ് നോ മൈനസ് ഇൻ ദ ഓപ്ഷൻ, ബട്ട് ആക്ച്വലി ഇക്വേഷനിൽ മൈനസ് ഉണ്ട്. 0.0785 into 1 square because D is substituted in kilometer. ആ അവസരങ്ങളിൽ നമുക്ക് CC മീറ്ററിലാണ് കിട്ടുക. യെസ്, curvature correction D is substituted in kilometer, you will get CC in meters. So answer എന്താണ്, ഡയറക്ട്ലി 0.0785 മീറ്റർ ആണ്. ചില അവസരങ്ങളിൽ അത് സെന്റിമീറ്ററിൽ ചോദിക്കാം, ചില അവസരങ്ങളിൽ അത് mm ൽ ചോദിക്കാം. ഇടങ്ങാറുണ്ടാക്കരുത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്ററിലാണ്. ക്ലിയർ? ഓപ്ഷൻ സി 0.0785 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ദിവസം നോക്കിയേ, യെസ്, ചില്ലറ ന്യൂമറിക്കൽ ആണ്. ചില്ലറ ന്യൂമറിക്കൽ വെച്ചാൽ വളരെ ചില്ലറ ന്യൂമറിക്കൽ. ഇഫ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബെഞ്ച് മാർക്ക് ഈസ് 100 മീറ്റർ ആൻഡ് ദ ബാക്ക് സൈഡ് ഈസ് 1.725, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദ്യം. 4ാം ക്ലാസ്സും കുസ്തിയല്ലേ? നോക്കിയേ, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു ബെഞ്ച് മാർക്ക് പ്ലസ് എന്താണ്, ബാക്ക് സൈഡ് ആണ്. എവിടെയൊക്കെ ബാക്ക് സൈഡ് കാണപ്പെടുന്നോ അവിടെയെല്ലാം ഒരു പുതിയ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കാണപ്പെടും, ബിക്കോസ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ എന്താണ്, യെസ്, 100 + 1.725. യെസ്, ഒരു സീനും ഇല്ല, സംഭവം കളറാണ്. ഓപ്ഷൻ ഡി. അടുത്ത് നോക്കിയേ, ദ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. The benchmark established for short duration at the end of each day's work. ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിൽ 4 ബെഞ്ച് മാർക്കാണ് ഉള്ളത്. ഒന്ന് GTS ബെഞ്ച് മാർക്ക്, 2 പെർമനന്റ് ബെഞ്ച് മാർക്ക്, 3 ടെമ്പററി ബെഞ്ച് മാർക്ക്, 4ാമത്തത് ആർബിട്രറി ബെഞ്ച് മാർക്കാണ്. ഇതിൽ യെസ് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 40 ടെമ്പററി അല്ലെ, ടെമ്പററി ബെഞ്ച് മാർക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ലെറ്റ്സ് സേ നമുക്ക് 2 ദിവസത്തെ വർക്കാണ്, 2 ദിവസത്തെ ലെവലിംഗ് വർക്കാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾ എ എന്ന് പറയുന്ന പോയിന്റ് തുടങ്ങി. യെസ്, വൈകുന്നേരം ആയപ്പോൾ നിങ്ങൾ ബിയിലെത്തി. യെസ്, വൈകുന്നേരത്തിന് ശേഷം നിങ്ങൾ പണി എടുക്കൂല, അടുത്ത ദിവസം വന്നിട്ടില്ലേ പണി എടുക്കുള്ളൂ. യെസ്, സെക്കൻഡ് ഡേ നമ്മൾ പണി തുടങ്ങാൻ പോകുന്നത്, നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് യെസ്, എ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക്. നിങ്ങൾ 2ാമത്തെ ദിവസം പണി തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റ് പോയിന്റിനെ താൽക്കാലികമായി നമുക്ക് ബെഞ്ച് മാർക്ക് എന്ന് പറയാം. ഇറ്റ് ഈസ് ടേംഡ് ആസ് ടെമ്പററി ബെഞ്ച് മാർക്ക്. ഇങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. സെയിം ഡയലോഗാണ്, ഡയലോഗിൽ പോലും മാറ്റമില്ല. അതേ ഡയലോഗാണ്, ഡയലോഗിൽ പോലും മാറ്റമില്ല. നെക്സ്റ്റ് നോക്കിയേ, ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് സെയിം എലിവേഷൻ. ആഹാ, അടിപൊളി. നോക്കിയേ, ഹൊറിസോണ്ടൽ ലൈൻ, ഐസോ ഹൈറ്റ്സ്, കോണ്ടൂർ ലൈൻ, ഐസോ ബാർ, ഒരു സീനും ഇല്ല. ഓപ്ഷൻ സി കോണ്ടൂർ ലൈൻ, ഇറ്റ് ഈസ് ദ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എലിവേഷൻ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 41C. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ ഇൻഡിക്കേറ്റ്സ്. എന്താണ്? സ്റ്റീപ്പ് സ്ലോപ്പ്, ജെന്റിൽ സ്ലോപ്പ്, പ്ലെയിൻ സർഫസ്, വെർട്ടിക്കൽ ക്ലിഫ്. ഓപ്ഷൻ എ സ്റ്റീപ്പ് സ്ലോപ്പ്. നിങ്ങളുടെ കോണ്ടൂർ ലൈനുകൾ വളരെ വളരെ അടുത്താണ് കിടക്കുന്നതെങ്കിൽ യെസ്, ഇറ്റ് റെപ്രസെന്റിങ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. എല്ലാ തരത്തിലുള്ള മലകളും കീറി മുറിച്ച് വരച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. ക്ലാസ്സുകളിൽ കോണ്ടൂർ മാപ്പ് എങ്ങനെ വരയ്ക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ട സെക്ഷൻ, എന്ത് അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ട ഓരോ എലിവേഷൻ പോയിന്റുകളും സ്കെയിലുമായിട്ടുള്ള റിലേഷൻ എന്താണ്, കോണ്ടൂർ ഇന്റർവെല്ലിന്റെ മാറ്റം എന്താണ്, യെസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് അവസ്ഥയെങ്കിൽ വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ദേ റെപ്രസെന്റ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. ഇനി അതല്ല, നിങ്ങളെ കോണ്ടൂർ ലൈൻ വളരെയധികം ഗ്യാപ്പ് ഇട്ടാണ്, ദേ ആർ ഹാവിങ് വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിൽ, നല്ല രീതിയിൽ വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ദേ റെപ്രസെന്റ് എന്താണ്, യെസ് ഒരു ജെന്റിൽ സ്ലോപ്പ് അല്ലെങ്കിൽ മൈൽഡ് സ്ലോപ്പ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? പ്ലെയിൻ സർഫസ് എപ്പോഴാണ് ഉണ്ടാവുക? പ്ലെയിൻ സർഫസ് എപ്പോഴാണ്? ഹലോ, യെസ് സ്ട്രേറ്റ് ലൈൻസ് ആയിരിക്കും വിച്ച് ആർ ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ. സ്ട്രേറ്റ് ലൈൻ, സ്ട്രേറ്റ് പാരലൽ ലൈൻസ് വിച്ച് ആർ ഈക്വലി സ്പേസ്ഡ്, ദേ റെപ്രസെന്റ്സ് എ പ്ലെയിൻ സർഫസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, കോണ്ടൂർ ലൈൻ ക്രോസസ് ഈച്ച് അതർ, ക്രോസസ് ഈച്ച് അതർ, ഓവർ ഹാങ്ങിങ് ക്ലിഫ്, എ ഡാം, എ സ്റ്റീപ്പ് ഹിൽ, എ ഡീപ്പ് വാലി. ഓപ്ഷൻ എ ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണ്. നോക്കി ഈ ഡയലോഗ് ശ്രദ്ധിച്ചേ. കോണ്ടൂർ ലൈൻ ആർ ദ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എലിവേഷൻ ആണ്, ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ.
എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഏതാണ്, ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ വരച്ചപ്പോൾ ഒരു കോണ്ടൂർ ലൈൻ മറ്റൊരു കോണ്ടൂർ ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്, ഇൻ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, വേറൊരു സാഹചര്യം വെർട്ടിക്കൽ ക്ലിഫാണ്. ഈ രണ്ട് സിറ്റുവേഷനിൽ ചെറിയൊരു സീൻ ഉണ്ട്. എന്താണ് പ്രശ്നം? ഇവിടെ ഈ പറയുന്ന കോണ്ടൂർ ലൈനുകൾ ക്രോസ് ചെയ്യപ്പെടും, വരച്ച് കാണിച്ചതാണ്. യെസ്, ആൻഡ് വെർട്ടിക്കൽ ക്ലിഫിൽ യെസ് ക്രോസിംഗ് അല്ല, ആ ഡയലോഗിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ് യുണൈറ്റ്സ് ഓർ എന്ത് പറയാം, ഇറ്റ് കോയിൻസൈഡ്സ് ആണ്. ഇറ്റ് യുണൈറ്റ്സ് ഓർ എന്താണ്, ഇറ്റ് കോയിൻസൈഡ്സ് ആണ് ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ്. ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക, ഇപ്പൊ വരച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഈ പറയുന്ന എല്ലാ കോണ്ടൂർ ലൈനുകളും യെസ് ഓൾവേസ് ഫോംസ് ഇൻ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ദേ ഓൾവേസ് ഫോംസ് ഇൻ ക്ലോസ്ഡ് ലൂപ്സ് and they never intersect with each other except in the case of overhanging cliff and vertical cliff ആണ്. കാര്യങ്ങൾ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. Let's move to the next question. Yes. The method used for interpolating contour points between two points. എന്താണ് ഇന്റർപോളേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് എവിടെയാണ് നിങ്ങളുടെ കോണ്ടൂർ ലൈൻ എന്ന് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണിത് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. അത് 3 മെത്തേഡുകളാണുള്ളത് ഇന്റർപോളേഷനിൽ. ഏതൊക്കെയാണ് മെത്തേഡ് ഓഫ് ഇന്റർപോളേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ദർ ഈസ് എൻ എസ്റ്റിമേഷൻ മെത്തേഡ്. എസ്റ്റിമേഷൻ മെത്തേഡ് ഈസ് ദർ. സെക്കൻഡ് വൺ ഈസ് അരിത്തമാറ്റിക് മെത്തേഡ് ഈസ് ദർ. സെക്കൻഡ് വൺ ഈസ് അരിത്തമാറ്റിക് മെത്തേഡ് ഈസ് ദർ. ആൻഡ് തേർഡ് വൺ ദർ ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. ഈ 3 മെത്തേഡുകളാണ് നമ്മളുടെ ഇന്റർപോളേഷൻ എന്ന് പറയുന്ന പരിപാടി. നോക്കിയാൽ ഒന്ന് വായിച്ചു നോക്കിയാൽ, റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് അല്ല, ഡബിൾ സൈഡിംഗ് മെത്തേഡ് അല്ല, റീഐട്രേഷൻ മെത്തേഡ് അല്ല, തീർച്ചയായിട്ടും ഒരു സംശയമില്ല ഗ്രാഫിക്കൽ മെത്തേഡാണ്. എന്താണ് സംഭവം, എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ക്ലിയർ അല്ലേ? യെസ്. 45 സ്യൂട്ടബിൾ കോണ്ടൂർ ഇന്റർവൽ ഫോർ റിസർവോയർ പ്ലാനിംഗ്. ഇത് അറിയാൻ വേണ്ടി, ഇത് ഓർക്കാൻ വേണ്ടി കണ്ണിച്ചോരയില്ലാത്ത ചളി ഒരു ഉടായ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്യൂട്ടബിൾ കോണ്ടൂർ ഇന്റർവൽ ഫോർ റിസർവോയർ പ്ലാനിംഗ് ആവർത്തിക്കാൻ ആവർത്തിക്കാൻ പോവുകയാണ് ഈ പോയിന്റ്. റിസർവോയർ എന്ന് പറയുന്ന സാധനം വീണ്ടും ചോദിക്കും. അവരുടെ വൈബ് എന്താണെന്നറിയില്ല, എന്തോ കാരണം കൊണ്ട്, മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് റിസർവോയർ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. നോക്കിയേ, സംഭവം ഉടായ്പുണ്ട്. കോണ്ടൂർ ഇന്റർവൽ ആണ് ചോദിച്ചിരിക്കുന്നത്, ഇത് ഓർക്കാൻ ചെറിയൊരു ഉടായ്പുണ്ട്. നോക്കിയേ. യെസ്, കുറെ ബിൽഡിങ്ങുകൾ ചേർന്നിട്ടാണ്, നാട്ടില് ഒരുപാട് ബിൽഡിങ്ങുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക, ടൗൺ ഉണ്ടാവുക. ഇങ്ങനെ ബിൽഡിങ്ങും ടൗണും മാത്രം ഉണ്ടാക്കിയാൽ പോരാ മിസ്റ്റർ, അവിടേക്ക് പോകാൻ വഴി വേണ്ടേ? യെസ്, യു ഹാവ് ടു ക്രിയേറ്റ് ഹൈവേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സാധനമാണ് എന്ത്, റെയിൽവേ. അതായത് അങ്ങോട്ടുള്ള വഴി ഒരുക്കണം. നോക്കിയേ, 4ാമത്തെ പോയിന്റ്. ഇങ്ങനെ നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി, ടൗൺ ഉണ്ടാക്കി, ഹൈവേ ഉണ്ടാക്കി, യെസ് എന്തൊക്കെ സാധനം ഉണ്ടാക്കിയാലും ആ ലൊക്കേഷൻ കിടിലൻ ലൊക്കേഷൻ അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങോട്ട് വരില്ല. സോ ദ ലൊക്കേഷൻ ഷുഡ് ബി ഗുഡ്. അതായത് നമുക്ക് ഓർക്കാം ലൊക്കേഷൻ സർവേ എന്ന് ഓർക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും, ബിൽഡിംഗ്, ടൗണ്, ഹൈവേ, ആ ലൊക്കേഷൻ പൊളിയാണെങ്കിലും ഈ പറയുന്ന എല്ലാ കൺസ്ട്രക്ഷനും നിലനിൽക്കുന്നത് ഭൂമിയിലാണ്, അതായത് സോയിലാണ് നിലനിൽക്കുന്നത്. സോയിൽ എന്ന് പറഞ്ഞാൽ ഓർക്കണം ജിയോളജിക്കൽ സർവേ എന്ന് തന്നെ ഓർക്കണം. ജിയോളജിക്കൽ സർവേ എന്ന് ഓർക്കണം. സോ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു കൈ നിട്ട് ഉടായ്പാണ്, സംഭവം കളർഫുൾ ആണ്, കുറെ കാലം മാറിക്കും. ഇനി കോണ്ടൂർ ഇന്റർവൽ വാല്യൂസ് ഓർക്കാൻ സിമ്പിൾ ആണ്. നോക്കിയേ, 2 എന്ന് പറയുന്ന നമ്പർ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 5 പോലെ ഇല്ലേ? 2ന്റെയും 5ന്റെയും പരിപാടിയാണ്. തുടക്കം ഇങ്ങനെയാണ്, 0.2 മീറ്റർ ടു 0.5 മീറ്റർ. അവിടെ അവസാനിച്ചത് 0.5 മീറ്റർ ആയതുകൊണ്ട് ഇവിടെ 0.5 മീറ്ററിൽ തുടങ്ങി 2 മീറ്റർ. യെസ്, ഇവിടെ ചെറിയൊരു ഉടായ്പ്, ഇവിടെ 2 മീറ്റർ. വീണ്ടും അവിടെ 2 മീറ്റർ ടു 3 മീറ്റർ ആയി. യെസ്, ദെൻ 6 മീറ്റർ ടു 15 മീറ്റർ. ടേബിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിയാൽ സിമ്പിൾ ആണ്. 0.2 ടു 0.5 1 2 തവണ എഴുതി നോക്കിയാൽ മതി, കയ്യിലുണ്ടാവും. ഓക്കെ, നോക്കിയാൽ 2ാമത്തെ പോയിന്റ് ആയിരുന്നു മലയാളത്തിൽ. 2ാമത്തെ പോയിന്റ് ആണ് ടൗൺ എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റ് അല്ലേ? 2ാമത്തെ പോയിന്റ് 6 ഉണ്ട്. റിസർവോയറിലും എന്തുണ്ട്? റിസർവോയറിലും 6 ഉണ്ട്. കണ്ണ് ചോരല്ലാതെ ചളിയാണെന്നറിയാം, എന്നാലും ഓർക്കാൻ അത് എഫക്റ്റീവ് ആണ്. സോ റിസർവോയർ വരുന്നത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടാണ്. റെയിൽവേ വരൂല, കാരണം ഹൈവേ പോലുള്ള സാധനമാണ് റെയിൽവേ. മീൻസ് ഓഫ് പ്രൊവൈഡിങ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ ഇവിടെ നിന്നും കാര്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. 0.5 ടു 2 മീറ്റർ ആണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി. 45 ഓപ്ഷൻ ബി. യെസ് ഇങ്ങനത്തെ ഒരുപാട് ഉടായ്പകളും നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം.
The difference in elevation between two successive contour. Level difference, contour gradient, contour interval, contour profile. Option C, contour interval. യാതൊരു സംശയമില്ല. ഇവിടെ ഒരു പോയിന്റ് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കോണ്ടൂർ ഇന്റർവൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. യെസ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോണ്ടൂർ ഇന്റർവൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിനൊക്കെ? ഒന്ന്, സ്കെയിൽ ഓഫ് ദ മാപ്പ്. രണ്ട്, യെസ്, നമ്മൾ ആ മാപ്പ് ഉണ്ടാക്കാനുള്ള അതിന്റെ കോസ്റ്റ് ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ് അല്ലെങ്കിൽ ഫണ്ട് എന്ന് കാണാം. മൂന്ന്, യെസ്, ദ പർപ്പസ് ഓഫ് ദ മാപ്പ്. ഇതിന്റെ പുറകിലുള്ള കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാൽ മതി. സ്കെയില്, ഫണ്ട്, പർപ്പസ് ഓഫ് ദ മാപ്പ്. ക്ലിയർ അല്ലേ? ഈ പറയുന്ന സാധനങ്ങൾക്കെല്ലാം കോണ്ടൂർ ഇന്റർവൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൊക്കേറ്റിംഗ് പോയിന്റ് ഓൺ എ ഗിവൺ കോണ്ടൂർ ഗ്രേഡിയന്റ്. കോണ്ടൂർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം പറയണം മിസ്റ്റർ. കോണ്ടൂർ ഗ്രേഡിയന്റ് ഈസ് എ ലൈൻ ഹാവിംഗ് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ആണ്. ഇറ്റ് ഈസ് എ ലൈൻ ഹാവിംഗ് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ആണ്. ശ്രദ്ധിച്ചേ, എ ലൈൻ ഹാവിംഗ് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മലയാണ്, മല. ചുരം കണ്ടുണ്ടോ? ചുരം, ഞങ്ങളുടെ നാട്ടിൽ ചുരം എന്ന് പറയും. നോക്കിയേ, യെസ്, ഇങ്ങനെയാണ് ചുരം ഉണ്ടാവുക. ചുരം, ഈ ചുരം കണ്ടോ? ഒരു റോഡല്ലേ? എടോ, ഹൈവേ അല്ലേ? അപ്പോൾ ഹൈവേയുടെ സെന്റർ ലൈൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന സെന്റർ ലൈനിന് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ, യെസ്, സെന്റർ ലൈൻ ഓഫ് ദ ഹൈവേ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ആയിരിക്കും അല്ലെ? ആ പറയുന്ന ലൈൻ, ലെറ്റ്സ് സേ അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ ഇൻക്ലിനേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? ഇങ്ങനെയുള്ള ലൈനുകൾ വിച്ച് മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ വിത്ത് ദ ഗ്രൗണ്ട് സർഫേസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ്. കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഈ സാധനം മലയുടെ സ്ലോപ്പാണ്. ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ മല. അതിനെ നമ്മൾ വെറും ഗ്രേഡിയന്റ് എന്നാണ് പറയാ. ഹലോ, അതിനെ വെറും ഗ്രേഡിയന്റ് എന്നാണ് പറയാ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വേറെ എന്തോ സാധനമാണ്. ഇപ്പൊ പറഞ്ഞ സാധനം വേറെ എന്തോ സാധനമാണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് കോണ്ടൂർ ഗ്രേഡിയന്റ്. ക്ലിയർ? സോ ഗ്രേഡിയന്റ് വേറെ സാധനമാണ്, കോണ്ടൂർ ഗ്രേഡിയന്റ് വേറെ സാധനമാണ്. ഇടങ്ങാറുണ്ടാക്കരുത്. ക്ലിയർ അല്ലേ? അതായത് ഇറ്റ് ഈസ് എ ലൈൻ ഹാവിംഗ് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ആണ്. കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ക്ലിനോമീറ്റർ അല്ലേ? ക്ലിനോമീറ്റർ ഉണ്ട്, എബനി ലെവൽ ഉണ്ട്, തിയോഡൽ ആയിട്ടുണ്ട്. വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആരും. ക്വസ്റ്റ്യൻ 47A. ക്ലിയർ? യെസ്, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. യെസ്, ദ കോണ്ടൂർ ലൈൻസ് എൻഡ് അബ്രപ്റ്റ്ലി ക്രോസസ് ഈച്ച് അതർ. നോക്കിയേ, ഒരിക്കലും കോണ്ടൂർ ലൈനുകൾ അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, ദേ ക്രോസസ് ഈച്ച് അതർ. യെസ്, ക്രോസസ് ഈച്ച് അതർ. എവിടെ? ഓവർ ഹാങ്ങിങ് ക്ലിഫിൽ അതിന് സാധ്യത ഉണ്ട്. ആർ യൂണിഫോംലി സ്പേസ്ഡ്. യെസ്, കോണ്ടൂർ ലൈനുകൾ യൂണിഫോംലി സ്പേസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഓപ്ഷൻ ഡി, ദേ ക്ലോസസ് സംവെയർ. യെസ്, കോണ്ടൂർ ലൈനുകൾ ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. ഈ പറഞ്ഞ ഓപ്ഷൻ ബി, സി, ഡി എല്ലാം ശരിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശരി ഏതാന്ന് ചോദിച്ചാലോ? നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഏറ്റവും കൂടുതൽ ശരി ഏതാന്ന് ആരെങ്കിലും ചോദിച്ചാൽ സക്കീർ ഭായ് എന്ത് പറയും? സക്കീർ ഭായ് ഓപ്ഷൻ ഡി എന്ന് പറയും. ബട്ട് എന്തോ കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു പലരും ചലഞ്ച് ചെയ്ത് കാണും. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചലഞ്ച് ചെയ്ത് കാണും. ഇതിന്റെ ആൻസർ ഡി എന്ന് പറയാം, അതിൽ യാതൊരു കൺഫ്യൂഷൻ ഇല്ല. ബാക്കി എല്ലാ പോയിന്റുകളും ശരിയാണ്. ബി, സി, ഡി ഓപ്ഷനുകൾ എല്ലാം ശരിയാണ്. ഡി എന്നാണ് ഏറ്റവും കറക്റ്റായ ആൻസർ, അതിൽ യാതൊരു തർക്കവും ഇല്ല. ബട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. സോ നമ്മൾ ഇടങ്ങാറുണ്ടാക്കണ്ട. അടുത്ത നോക്കിയേ, എ ടി ഷേപ്ഡ് വുഡൻ റോഡ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട് പ്രോപ്പർ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ബോണിംഗ് റോഡ് ആണ്. ഓപ്ഷൻ സി, ബോണിംഗ് റോഡ് ആണ്. ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. നോക്കിയേ, യെസ്, വരയ്ക്കാൻ ശ്രമിക്കാം. ടി ഷേപ്ഡ് ബോർഡിംഗ് റോഡാണ്. ഇങ്ങനെ ഷേപ്പുള്ള ഒരു സാധനമാണ് ടി ഷേപ്പ്. ഓക്കെ, അതിന്റെ ലെവൽ ഇവിടെ എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് ഹാവിംഗ് ഈ ലെവലാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് അതിന്റെ ലൈനോസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടാവും. വളരെ ദൂരെയായിട്ട് ഇത്തരത്തിൽ വീണ്ടും നമുക്കൊരു ടീ ബോർഡ് വെക്കാം. ടി ഷേപ്ഡ് സാധനമാണിതാ. യെസ്, സോ ആ ലെവൽ കിട്ടി. ഓക്കെ അല്ലേ? ബട്ട് നോക്കിയേ, ഇതിന്റെ ഗ്രൗണ്ട്, ഇതിന്റെ ഇടയിലുള്ള ഗ്രൗണ്ട് എങ്ങനെയാണ്? ലെറ്റ്സ് സേ ഇത്തരത്തിൽ ഇറഗുലർ ആയിട്ടുള്ള ഗ്രൗണ്ട് ആണ്. ബട്ട് നമുക്ക് വേണ്ടത് എന്താണ്? വി നീഡ് ദ സെയിം ലെവലാണ്. ലെവൽ 1, ഇതും ലെവൽ 1 ആണ്. ലെവൽ 1 മീൻസ് ആ രണ്ട് ലെവലും ഒരേപോലെയാണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ എവിടെയോ നമുക്ക് ഇതേ ലെവൽ 1 വേണം. നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ഈ സാധനം, ഈ ടി അല്ലെങ്കിൽ ബോണിംഗ് റോഡ് പിടിച്ചുകൊണ്ട് ഒരാൾ ഈ ലൈൻ ഓഫ് സൈറ്റിലേക്ക് കയറി വരികയും, നോക്കിയ ബോണിംഗ് റോഡിന് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്. ഈ ബോണിംഗ് റോഡിന് ലെങ്ത്
ഈ ബോണിംഗ് റോഡിന്റെ ലെങ്ത് ഇപ്പോൾ വെക്കാൻ പോകുന്ന ബോണിംഗ് റോഡിന്റെ ലെങ്ത് ഒക്കെ സെയിം ആണ്. സോ ആ ലൈൻ ഓഫ് സൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. ഈ ലൈൻ ഓഫ് സൈറ്റിന് നിങ്ങൾ കറസ്പോണ്ടിങ് ആക്കി ബോണിംഗ് റോഡ് വെക്കുക. എവിടെയാണോ ഈ എൻഡ് അവസാനിക്കുന്നത് അതെന്തായിരിക്കും? അത് ലെവൽ 1 ആയിരിക്കും. ക്ലിയർ? സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? സോ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് ലെവൽ 1. സോ ആ ഗ്രൗണ്ട് കുറച്ച് താഴെ ആയിരുന്നിട്ട് കൂടിയും നമുക്ക് ഇതാ ഇവിടെ കാണപ്പെടുന്ന അതേ ലെവലുകൾ ഇവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ആശ്ചര്യമായ പോയിന്റുകൾ. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണിംഗ് റോഡ് എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. The Prismodel formula for finding out volume of earthwork is applicable only when the ordinates are Simpson's rule ന്റെ അതേ നിയമമാണ് നമ്മുടെ Prismodel ഫോർമുലയ്ക്കുള്ളത്. യെസ്, നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഷുഡ് ബി എത്രയായിരിക്കണം? ബി ആയിരിക്കണം. സോറി, എന്താണ്? യെസ്, ദാറ്റ് ഷുഡ് ബി ഓഡ് ആയിരിക്കണം. ബി ആയിരിക്കണം എന്നല്ല, ഓഡ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്, പറയൂ. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൈസ് ഓഫ് ദ സർവേ ഫീൽഡ് ബുക്ക്. യെസ്, ഓപ്ഷൻ ബി ആണ്, യാതൊരു സംശയവും ഇല്ല. അതിൽ 20/12 എന്നാണ് ശരിക്കും പറയേണ്ടത്. ബട്ട് ഇപ്പൊ തൽക്കാലം ഓപ്ഷൻ ഏതേ ഉള്ളൂ? 12/20 ആണ്. ക്ലിയർ അല്ലേ പോയിന്റ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏരിയ ഓഫ് എൻ ഇറഗുലർ ഷേപ്ഡ് ഫിഗർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഇതേ ചോദ്യത്തിൽ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത്. നേരത്തെയും ചോദിച്ചു, നമ്പർ എനിക്ക് ഓർമ്മയില്ല. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ പ്ലാനിമീറ്റർ. ഓപ്ഷൻ എ പ്ലാനിമീറ്റർ ആണ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഇത് നോക്കിയേ, നിങ്ങൾ കണ്ടറിയാം എത്രയോ തവണ ചോദിക്കുന്നുണ്ട്. അവർക്ക് തന്നെ മടുത്തു, അവർക്ക് തന്നെ വെറുത്തു, എന്നിട്ടും അവർ ആവർത്തിക്കുന്നു. ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സർവേ ഈസ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ചെറിയ ഭാഗത്ത് നിന്നും വലിയ ഭാഗത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്താൽ എററിന്റെ അക്യുമുലേഷൻ ഉണ്ടാകും. എറർ കൂടി വരികയുള്ളൂ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഹോൾ ടു പാർട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് വി നെവർ വർക്ക് ഫ്രം പാർട്ട് ടു ഹോൾ. യെസ്, അടുത്ത് നോക്കിയേ. കാഡസ്ട്രൽ സർവേ ഈസ് യൂസ് ടു ക്വസ്റ്റ്യൻ നമ്പർ 54 പ്രിപ്പയർ ദ റവന്യൂ മാപ്പ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്. ഓപ്ഷൻ എ അല്ലെ. ലീഗൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ ആണ് കാഡസ്ട്രൽ സർവേ. അതിനെ റവന്യൂ സർവേ എന്ന് പറയും, അതിനെ പബ്ലിക് ലാൻഡ് സർവേ എന്ന് പറയാറുണ്ട്. ഈ പരിപാടി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ റവന്യൂ ചെയിൻ ആണ്. റവന്യൂ ചെയിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 33 ഫീറ്റ് ആണ്. അതിൻ്റെ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 16 നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. ഒരു ചോദ്യത്തിൽ നിന്നും പല ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. 55 ലെങ്ത് ഓഫ് ദ സർവേയർ ചെയിൻ. സർവേയർ ചെയിൻ്റെ വേറെ പേര് പറഞ്ഞേ. സർവേയർ ചെയിൻ്റെ വേറെ പേര് പറയൂ. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഗന്ധേഴ്സ് ചെയിൻ ആണ്. ലെങ്ത് എത്രയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്? 66 ഫീറ്റ് ആണ്. ബട്ട് ആശ്ചര്യം എന്ന് പറയട്ടെ, ഈ പറയുന്ന ഓപ്ഷനുകൾ യാർഡാണ്. യെസ്, എത്രയാണ് ഒരു യാർഡ്? 1 യാർഡ് ഈസ് ഈക്വൽ ടു 0.9144 മീറ്റർ ആണ് അല്ലേ? മീറ്റർ ആണ്. നമുക്കറിയാം 1 ഫീറ്റ് ഈസ് ഈക്വൽ ടു 30.48 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.3048 മീറ്റർ ആണ്. ആൻഡ് 1 യാർഡ് ഈസ് ഈക്വൽ എത്ര വരും? ഏകദേശമല്ല, കറക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 3 ഫീറ്റ് എന്ന് വരും. ഒരു കാര്യം വ്യക്തമാണ്, ഒരു യാർഡ് ഈസ് ഈക്വൽ ടു 3 ഫീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 66 ഫീറ്റ് എത്ര യാർഡായിരിക്കും? 3 ഫീറ്റ് ആണ് ഒരു യാർഡ്. 3 ഫീറ്റ് ആണ് ഒരു യാർഡ്. 4ാം ക്ലാസ് കുസ്തിയല്ലേ? യെസ്, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ്. യെസ്, നെക്സ്റ്റ് നോക്കിയേ. ഇനി ചില്ലറ ക്വസ്റ്റ്യനുകളാണ് ഓട്ടോ കാർഡിൽ നിന്നും. ശ്രദ്ധിക്കാം, ഓട്ടോ കാർഡിൽ നിന്നും ചില്ലറ ക്വസ്റ്റ്യനുകൾ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 56. യെസ്, ഇൻ AutoCAD the function key grid commands. യെസ്, ഏതാണ് ഗ്രിഡ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുടെ കമാൻഡിങ് കീ ഏതാണ്? F7 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 57. The short key for removing italic format for the selected text is yes Control-I. യെസ്, ഇതിപ്പോൾ AutoCAD പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ അറിയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 58 നോക്കിയേ. ഇൻ AutoCAD the command used to create repeating a pattern of the selected object. റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 58 array. ഓപ്ഷൻ എ റിപ്പീറ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59. in AutoCAD the keystroke used for the function redo. അതിപ്പോൾ AutoCAD പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ 4ാം ക്ലാസ്സും കുസ്തിയാണ്. യെസ്, ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ഡി അല്ലെ. Control-Y Control-Z ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. The AutoCAD command which is used to break a polyline into individual segment. A polyline into yes, നമുക്കതിനെ ഒരു പോളിലൈനെ സെഗ്മെന്റ് ആക്കി എക്സ്പ്ലോഡ് ചെയ്യുക എന്നല്ലേ പറയാ? ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 61. ഫംഗ്ഷൻ കീ F10
ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്ന F10 ഉണ്ടല്ലോ, F10 ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. യെസ്, F10 ഫംഗ്ഷൻ കീ ഇൻ AutoCAD, ഇറ്റ് ഈസ് പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു എക്സിറ്റ് ഫ്രം എ ഡ്രോയിങ് ഫയൽ ഇൻ AutoCAD? ക്വസ്റ്റ്യൻ നമ്പർ 62. യെസ്, എക്സിറ്റ് അല്ല, എസ്കേപ്പ് അല്ല, ക്വിറ്റ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി, 62B. Question number 63. Which command is used to erase a part of an object between 2 points? Yes, that is termed as break. Trim alla, okay? Break ആണ്, break. 63B. In a computer, ഇത് 4ാം ക്ലാസ് ആണ്, 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലേ? Yes, read only memory, ROM. Clear അല്ലേ? Yes. To draw a line parallel to the first line, the command used in AutoCAD. Question number 65. Offset. നമുക്കും അറിയാം offset, അവർക്കും അറിയാം ഓഫ്സെറ്റ്. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 66. ദ എസ്റ്റിമേറ്റഡ്, ഇനി എസ്റ്റിമേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചേ. ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് എ ലൈഫ് പീരിയഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. അത് പൊളിച്ചിട്ടില്ല, പൊളിച്ച് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതിന് മുമ്പ് അല്ലെ, അതിന് മുമ്പ്. പൊളിച്ച് വിൽക്കുകയാണെങ്കിൽ അതിനെ സ്ക്രാപ്പ് എന്ന് പറയും. പൊളിച്ച് വിൽക്കുകയാണെങ്കിൽ ടീമെ അതിനെ സ്ക്രാപ്പ് എന്ന് പറയും. യെസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് സാൽവേജ് വാല്യൂ. പൊളിച്ച് വിൽക്കുകയാണെങ്കിൽ, ഡിസ്മാൻഡിൽ ചെയ്തിട്ടില്ല, then it is termed as salvage value. Question number 67. The value of the property fetched down than the market value. Yes, question number 67. Distress value അല്ലെ, than the market value ആണ്. Clear? Question number 68 നോക്കിയേ. The painting constant for a Venetian door, yes, on the both side, it is 3 times the surface area ആണ്. ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈഡ് ആണ് അല്ലേ, 3 times the surface area ആണ്. Yes. To get 1 cubic meter wet cement concrete, the total quantity of the dry material required is. Yes, ഇതൊക്കെ നമ്മൾ ഡയറക്ട്ലി ടേബിൾ ആക്കി പഠിക്കുന്നതാണ്. ഓപ്ഷൻ ബി 1.54 cubic meter. ഓപ്ഷൻ ബി 1.54 cubic meter. നെക്സ്റ്റ് നോക്കിയാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സിമെന്റ് എത്ര തവണ ചോദിക്കുന്നത് അവർക്ക് പോലും ഓർമ്മയില്ല, എന്നാലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻസർ പോലും പറയുന്നില്ല, അതിന്റെ പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 71. കാർപ്പറ്റ് ഏരിയ ഓഫ് എ റെസിഡൻഷ്യൽ ഏരിയ ഈസ് ടേക്കൺ ആസ്. എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എണ്ണി പറയൂ, എണ്ണി പറയണം മിസ്റ്റർ. Yes, question number 71A ആണ്. Question number 72. The capacity of doing work by a skilled labor in the form of quantity of work per day. എന്താ അതിന് പറയാ? യെസ്, അതിനെയാണ് നമ്മൾ ഔട്ട് ടേൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. പല ഔട്ട് ടേണുകളും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. മേസൺറി ആണെങ്കിൽ, ബ്രിക്ക് മേസൺറി ആണെങ്കിൽ, RCC വർക്ക് ആണെങ്കിൽ, യെസ്, എക്സ്കവേഷൻ വർക്ക് ആണെങ്കിൽ, അതിനൊക്കെ ഔട്ട് ടേൺ സ്പെസിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വാല്യൂകൾ അവൈലബിൾ ആണ്, അറിയാം, അതിന്റെ ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്. 73 നോക്കിയാൽ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ടേക്കൺ ആസ്. വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 10 to 15% ഓഫ് ദ പ്ലിന്ത് ഏരിയ. ഓപ്ഷൻ ബി. നമ്പർ ഓഫ് മോഡുലാർ ബ്രിക്സ് റിക്വയർഡ് ഫോർ 10 meter cube ഓഫ് ബ്രിക്ക് മേസൺറി. 1 meter cube ആണെങ്കിൽ 500 ആണെന്നറിയാം, 10 ആണെങ്കിൽ 4ാം ക്ലാസ്സും കുസ്തിയും. 74D. ക്ലിയർ അല്ലേ? 75 നോക്കിയേ. യെസ്, the quantity of the cement required for 100 meter cube of M15 grade cement concrete ആണ്. ഇത് ടേബിളിൽ ആവശ്യമുണ്ട് നമുക്ക് അല്ലെ. ആ ക്വാണ്ടിറ്റി M15 ഗ്രേഡ്, ഓരോ ഗ്രേഡ് ഓഫ് സിമെന്റിനനുസരിച്ച് ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ആണ്. അപ്പൊ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ടേബിളും കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. യെസ്, അതിന്റെ പ്രൊപ്പോർഷൻ റേഷ്യോ നമുക്ക് അറിയണം. 75 ഓപ്ഷൻ എ ആണ്. യെസ്, 660 ബാഗ് ആണ്. കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 76. Which of the following statement is or are true for totalization എന്നാണ്. Which of the following statement is true for, yes, totalization എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 76 ആണ്. നോക്കിയേ, ക്വിക്ക് സെറ്റിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഓൺ ട്രൈപോഡ് യൂസിംഗ് ലേസർ പ്ലംബറ്റ്. തീർച്ചയായിട്ടും പോസിബിൾ ആണ്. Yes, their use provides hard copies of the field note, hence it may be easy for the surveyor while surveying. നമുക്കൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല മിസ്റ്റർ. Totalization is an advanced instrument which is recording everything that we are doing. നമ്മൾ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ആംഗിൾ, എല്ലാ പരിപാടിയും അതിന്റെ LCD ഡിസ്പ്ലേയിൽ നമുക്ക് പോസിബിൾ ആയിരിക്കും. യെസ്, അതിലെ മെമ്മറി കാർഡുകൾ അത് സേവ് ചെയ്യപ്പെടും. മൈക്രോ സ്ട്രിപ്പുകൾ കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ അനങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പർ ബൈസെക്ഷൻ ചെയ്ത് റീഡിങ്ങുകൾ അവിടെ സ്ക്രീനിൽ നോക്കിയിരുന്നാൽ മതി. കാൽക്കുലേഷൻ നമ്മൾ പേപ്പറിൽ എഴുതി ഹാർഡ് കോപ്പി ആക്കി നോക്കേണ്ട ആവശ്യമില്ല. യെസ്, ഗ്രേറ്റർ ആക്യുറസി ഇൻ ഏരിയ കമ്പ്യൂട്ടേഷൻ ശരിയാണ്. സോ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് എന്നാണ്. 76 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി ഓൺലി 1 and 3. ഓൺലി 1 and 3. ഓപ്ഷൻ ബി മോഡേൺ സർവേ ആണ്. ഇനി അങ്ങോട്ട് മോഡേൺ സർവേയിൽ, പൊതുവെ മോഡേൺ സർവേ സിലബസിൽ ഇങ്ങനെ വെറുതെ നിൽക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വരവോട് കൂടിയാണ് മോഡേൺ സർവേ അവർ കണ്ടമാനം ക്വസ്റ്റ്യൻ ഇടാൻ തുടങ്ങിയത്. അതായത് മോഡേൺ സർവേ
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 77. പ്രിസൈസ് മെഷർമെന്റ് എന്താണിത്? EDM ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസ് വിച്ച് മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. പ്രിസൈസ് മെഷർമെന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് എന്നാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യെസ്, capable of measuring long distance. യെസ്, ലോങ് റേഞ്ച് വരെ ഉണ്ട് അല്ലെ, ലോങ് റേഞ്ച് വരെ ഉണ്ട്. ആക്യുറസി ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്നുള്ളത് തെറ്റാണ്. എടോ EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രൊപ്പഗേഷൻ ആണ്, ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ ആണ്. തീർച്ചയായിട്ടും അത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ പഠിക്കാറുണ്ട്. യെസ്, അതെല്ലാം മെഷർ ചെയ്തതിനു ശേഷം കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടേ നമുക്ക് EDM സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓൺലി 3 ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 78 നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ടോട്ടൽ സ്റ്റേഷൻ? ഓക്കെ, നോക്കിയേ എന്താണ്? ദ മോഡേൺ വേർഷൻ ഓഫ് സർവേ ടോട്ടൽ സ്റ്റേഷൻ ഈസ് കോൾഡ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ. ശരിയാണ്. യെസ്, ദ EMD സിസ്റ്റം മിനിമൈസസ് സം ഓഫ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗുലാർ എറർ. യെസ്, occurred normally in conventional. EMD means ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിസ്പ്ലേ. ശരിയാണ്. നോക്കിയേ, വേരിയസ് അറ്റ്മോസ്ഫിയറിക് കറക്ഷൻസ് ലൈക്ക് ജിയോഡിക് കറക്ഷൻ, എലിവേഷൻ ഫാക്ടേഴ്സ്, ഇൻപുട്ട് ഓൾ ആർ അപ്ലൈഡ്. നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് തിയോഡലൈറ്റ് ആൻഡ് EDM ആണ്. യെസ്, അതിന് നമ്മൾ ജിയോഡിക് കറക്ഷൻ കൊടുക്കണം, എലിവേഷൻ കറക്ഷൻ കൊടുക്കണം, നമ്മൾ അതിൽ അറ്റ്മോസ്ഫിയറിക് കറക്ഷൻ കൊടുക്കണം. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് കറക്ഷൻ മീൻസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എല്ലാം കൊടുക്കണം. അതെല്ലാം ഇൻപുട്ട് ചെയ്തുകൊണ്ടേ നമുക്ക് റീഡിംഗ് എടുത്ത് കറക്റ്റ് ആയി കിട്ടുള്ളൂ. സോ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടെ ഏതാണ് ഓപ്ഷൻ ഉള്ളത്? ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഓപ്ഷൻ സി. 78 ഓപ്ഷൻ സി. നെക്സ്റ്റ് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റോങ് എന്നാണ്. റോങ്. നോക്കിയേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ വായിക്കുമ്പോൾ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അവർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ആദ്യം വളരെ വ്യക്തമാക്കണം. അതിനുശേഷമേ സ്റ്റേറ്റ്മെന്റ് വായിക്കാവുള്ളൂ. പലരുടെയും പ്രശ്നം എന്താണ്? ചാടിക്കേരി വായിക്കും, ആൻസർ തെറ്റിക്കും. ആരും ചാടിക്കേരി വായിക്കരുത്. ഓക്കെ, യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രിസം ഇൻ ടോട്ടൽ സ്റ്റേഷൻ സർവേ ആണ്. പ്രിസം ഇൻ ടോട്ടൽ സ്റ്റേഷൻ സർവേ നോക്കാം. റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്വാളിറ്റി ഓഫ് ദ പ്രിസം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്ലാറ്റ്നെസ് ഓഫ് ദ സർഫസ് ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ദ 45 ഡിഗ്രി സർഫസ് ആണ്. അല്ല, അത് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 79. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. പ്രിസംസ് ആർ യൂസ്ഡ് വിത്ത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ EDM ഇൻസ്ട്രുമെന്റ് ടു റിഫ്ലക്ട് ട്രാൻസ്മിറ്റ് സിഗ്നൽ. ശരിയാണ്. പ്രിസം ആണ് യൂസ് ചെയ്യുന്നത് EDMത്തിൽ. പ്രിസം ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് റിഫ്ലക്ടിംഗ് റേസ് ബാക്ക് പ്രിസൈസ്ലി ഇൻ ദ സെയിം ഡയറക്ഷൻ. ശരിയാണ്. ഓക്കെ, 2ഉം 3ഉം ശരിയാണ്. 1 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കിയേ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസം സാധാരണ നാട്ടിൽ യൂസ് ചെയ്യുന്ന പ്രിസം അല്ല. നോക്കിയേ, വെറും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുക എന്ന എന്താണ് ഉടായ്പ പരിപാടി മാത്രമല്ല അവിടെ. അതിന്റെ പുറകിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. നോക്കൂ. ഇതാണ് നമ്മുടെ സാധാരണ ഒരു റിഫ്ലക്ടർ. അതായത് ലൈറ്റ് ഇങ്ങനെ വന്ന് ഹിറ്റാവും, അത് അങ്ങനെ തന്നെ തിരിഞ്ഞു പോകും. കുഴപ്പമില്ല. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ഇവിടെ ആണെങ്കിൽ ലൈറ്റ് വന്ന് ഇൻസൈഡ് എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു, ഇൻസ്ട്രുമെന്റിൽ എത്തി. ലെറ്റ്സ് സേ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ദാ ഇവിടെയായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ എങ്ങോട്ടോ അല്ലേ പോവുക അല്ലേ? അതുകൊണ്ട് എന്തോ കാര്യമുണ്ടോ? നമ്മുടെ ഇൻസ്ട്രുമെന്റിലേക്ക് സാധനം തിരിച്ചെത്തണ്ടേ, എന്നാലല്ലേ റീഡിംഗ് പോസിബിൾ ആവുള്ളൂ. അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് അല്ലെ റെട്രോ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് റെട്രോ റിഫ്ലക്റ്റിംഗ് പ്രിസംസ്. നോക്കിയേ, പരിപാടി സിമ്പിൾ ആണ്. 4ാം ക്ലാസ് ആണ്. യെസ്, നിങ്ങൾ നോക്കിയേ, ഈ പ്രിസത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നോക്കിയേ. യെസ്, നേരെ വരുന്ന ലൈറ്റുകൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഇവിടെ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യും, അത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു പോയിക്കോളും. അതിനെക്കുറിച്ച് നമുക്ക് തലവേദനയില്ല. ലെറ്റ്സ് സേ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒരു ഇൻസ്ട്രുമെന്റ് വരുന്നത്, ലൈറ്റ് റേ വരുന്നത്. ഇവിടെയാണ് ഇൻസ്ട്രുമെന്റ് ഉള്ളത്. ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, അത് പിന്നെ ഇങ്ങോട്ടാണ് റിഫ്ലക്ട് ചെയ്യപ്പെടുക. ദെൻ ഇറ്റ് ഗോ ബാക്ക് ടു ദ സെയിം ഡയറക്ഷൻ. നോക്കിയേ, ഞാനിപ്പോൾ വരച്ചപ്പോ ഈ ഗ്യാപ്പ് വളരെ കൂടുതലായി തോന്നിയേക്കാം, ബട്ട് ദാറ്റ് ഗ്യാപ്പ് ഈസ് ആക്ച്വലി വെരി ലെസ്. ഓക്കെ, നമുക്ക് മനസ്സിലാവണമെങ്കിൽ വലുതാക്കി വരച്ചതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ ലൈറ്റ് വന്ന അതേ ഡയറക്ഷനിൽ തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും, അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ദിസ് കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് പോസിബിൾ ഇൻ കേസ് ഓഫ് എ റെട്രോ റിഫ്ലക്റ്റിംഗ് പ്രിസം. ഓക്കെ, യെസ്, സോ അതാണ് അബൌട്ട് പ്രിസം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 80 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 80 ആദ്യം എന്താണ് ആവശ്യപ്പെടുന്നത് നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് അബൌട്ട് ഗുഡ് പ്രാക്ടീസസ്. റോങ് എന്നാണ്. റോങ്. ഓക്കെ, റോങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് ആണ്. നെവർ മിക്സ്
പ്രിസം ടൈപ്പ് ആൻഡ് ബ്രാൻഡ് ഓൺ ദ സെയിം പ്രൊജക്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നിങ്ങൾ ഒരു ബ്രാൻഡിന്റെ ടോട്ടൽ സ്റ്റേഷനും പ്രിസമും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊജക്റ്റിൽ ആ ടോട്ടൽ സ്റ്റേഷനും ആ പ്രിസം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് നിങ്ങൾ നിക്കോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തു, നാളെ വേറെ ഏതോ ബ്രാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീഡിംഗ് എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. പോസിബിലിറ്റി ഓഫ് എറർ ഈസ് മോർ. സോ ഒരു പ്രൊജക്റ്റിൽ ഒരു വർക്കിൽ ഒരേ ബ്രാൻഡ് ഓഫ് സാധനങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ട് നടക്കുക. അത് ടോട്ടൽ സ്റ്റേഷൻ ആയാലും ശരി, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രിസം ആയാലും ശരി. ക്ലിയർ അല്ലേ? യെസ്. സോ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാലിബ്രേറ്റ് ദ ഇൻസ്ട്രുമെന്റ് റെഗുലർലി, തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴല്ലേ അതിന്റെ ആക്യുറസി കൂടുള്ളൂ. യെസ്. പിന്നെന്താണ്? സെറ്റ് ദ ഇലക്ട്രോണിക് സിഗ്നൽ പ്രിസൈസ്ലി ഓൺ ദ പ്രിസം സെന്റർ, തീർച്ചയായിട്ടും എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ടീമേ, ഒരു സ്റ്റേറ്റ്മെന്റും റോങ് അല്ല. അതായത് ഓപ്ഷൻ ബി, നൺ ഓഫ് ദി അബവ് 1 2 3 ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ഇന്നത്തെ എക്സാം കാലഘട്ടത്തിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ഒരു 70 ക്വസ്റ്റ്യൻ മുതലാണെന്ന് തോന്നുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൾക്കാർക്ക് തലവേദനയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. പ്രാക്ടീസ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ ഒരു വകുപ്പുമില്ല, വേറെ വകുപ്പൊന്നുമില്ല. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് എന്നാണ്. ആദ്യം അത് മൈൻഡിൽ ലോക്ക് ചെയ്യുക. അബൌട്ട് ദ ടോട്ടൽ സ്റ്റേഷൻ സർവേ ഇൻസ്ട്രുമെന്റ്, കറക്റ്റ് എന്നാണ് ചോദ്യം. വായിച്ചു നോക്കാം. ടോട്ടൽ സ്റ്റേഷൻ ആർ ഡിപ്പെൻഡന്റ് ഓൺ ബാറ്ററീസ് ആൻഡ് ഇലക്ട്രോണിക്സ്. യെസ്, ബാറ്ററീസ് ആൻഡ് ഇലക്ട്രോണിക്സ് ശരിയാണ്. യെസ്, ബാറ്ററി ഓപ്പറേറ്റഡ് സാധനമാണ്. ദ LCD സ്ക്രീൻ ഡസ് നോട്ട് വർക്ക് വെൻ ഇറ്റ് ഈസ് കോൾഡ് ആണ്. യെസ്, തണുപ്പ് പിടിച്ചാൽ സാധനം വർക്ക് ചെയ്യില്ല. ശരിയാണത്. ശരിയാണ്. ടോട്ടൽ സ്റ്റേഷൻ ആർ ഐഡിയൽ ഫോർ കളക്ടിംഗ് ലാർജ് നമ്പർ ഓഫ് പോയിന്റ്സ്, തീർച്ചയായിട്ടും ശരിയാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ ഇല്ല? ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. വായിച്ചു നോക്കൂ ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ വായിച്ചു നോക്കിയേ. യെസ്, വായിച്ചു നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. സിമ്പിളാണ്. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പെന്റഗൺ, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ഹെപ്റ്റഗൺ, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, എല്ലാത്തിലും ഇന്റീരിയർ ആംഗിൾ ആണ് ചോദിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് ഇക്വേഷൻ? 2n - 4 × 90 ഡിഗ്രി ആണ്. ചെയ്ത് നോക്കിയാൽ മതി. 2n - 4 × 90 ഡിഗ്രി എന്ന ആ പറയുന്ന സാധനത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടിയാണ്. യെസ്, നോക്കിയേ, പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5 ആണ്. അപ്പോൾ 540 ഏകദേശം വരുന്നത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഹെപ്റ്റഗൺ മീൻസ് 7 ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യെസ്, ക്വാഡ്രിലാറ്ററൽ മീൻസ് 4 ആണ്. 360 ആണ്. സോ മൂന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 82, ഒരേ ഒരു രാജാവ്. യെസ്, ഓപ്ഷൻ ബി, ഓൺലി 2 ഈസ് റൈറ്റ്. 2n - 4 വളരെ പുച്ഛമായ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ക്ലിയർ അല്ലേ? ഈസ് ആർ ഓക്കെ? യെസ്, ക്ലിയർ അല്ലേ പോയിന്റ്? പറയൂ. Yes, let's move to the next question number 83. The sequence of various engineering survey which are carried out for the choice of new highway project from the beginning എന്നാണ്. നിങ്ങൾ സർവേ നടത്തുകയാണ്. ഹൈവേ ആയാലും ശരി, വീടായാലും ശരി, വേറെ എന്ത് സാധനം ആയാലും ശരി, എന്ത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആയാലും ശരി, സർവേ നമ്മൾ നടത്തും. സർവേ is the process of locating point on the ground ആണ്. It is a process of locating relative portions of point on the ground ആണ്. ആദ്യം നടത്തേണ്ടത് റെക്കഗ്നൈസിംഗ് സർവേ, പിന്നെ നടത്തേണ്ടത് പ്രിലിമിനറി സർവേ, ദെൻ നടത്തേണ്ടത് ലൊക്കേഷൻ സർവേ. RPL, IPL അല്ല, RPL. സോ ഏതാണ് വരിക? ഓപ്ഷൻ 83 ഡി ആണ് വരിക. യെസ്, 3 2 1 അല്ലെ? ഓപ്ഷൻ ഡി ശരിയാണ്. 84 നോക്കിയാൽ ദ ഗോൾഡൻ ക്വാഡ്രിലാറ്റർ പ്രോജക്ട് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ, ഹൈവേ എഞ്ചിനീയറിംഗിലെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മേജർ സിറ്റീസ് ആയ ഡൽഹി, പിന്നെ കൊൽക്കത്ത, ചെന്നൈ ആൻഡ് മുംബൈ കണക്ട് ചെയ്തുകൊണ്ടുണ്ടാക്കിയ റോഡ് നെറ്റ്വർക്ക് ആണ്. ഇതിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ ലെങ്ത് നമുക്കറിയാം. ഓരോ NHന്റെ പേര് എന്തൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. ഈ റോഡ് നെറ്റ്വർക്കിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്ത വേറെ ഒരു പരിപാടി എന്തായിരുന്നു? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്ന് പറയുന്ന ആ പ്രഹസനവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഓർക്കുകയാണ്, എന്ന് പ്രത്യാശിക്കുകയാണ്. സോ ഓപ്ഷൻ ബി ആണ് 84B. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നാണ് വീണ്ടും. മെത്തേഡ് ഓഫ് സോൾവിംഗ് 3 point പ്രോബ്ലം ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. സർവേ കൊണ്ട് ഏറും കളിയാണ്.
ഏറും കളി എന്ന് വെച്ചാൽ ചറപറ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ബൈ മെക്കാനിക്കൽ മെത്തേഡ് ശരിയാണ്, ബൈ ബെസൽസ് മെത്തേഡ് ശരിയാണ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ ശരിയല്ല. സോ ഓപ്ഷൻ എ ആണ് ഓൺലി 1 and 2. ഓൺലി 1 and 2. ക്ലിയർ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ദ റോഡ് വേ വിഡ്ത്ത് ആണ് വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ ഹൈവേ എഞ്ചിനീയറിംഗ് ആസ് പെർ ദ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ആണ്, IRC റെക്കമെൻഡേഷൻ ആണ്. ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ് വിച്ച് ഓഫ് കറക്റ്റ് ആണ്? എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നോ ഇതെല്ലാം ശരിയാണ്. വെയിറ്റ് IRC റെക്കമെൻഡേഷൻ പ്രകാരമുള്ള 86 നോക്കിയ നാഷണൽ ഹൈവേ വിഡ്ത്ത് ഈസ് 12 മീറ്റർ, മേജർ ഡിസ്ട്രിക്ട് റോഡ് ഈസ് 10 മീറ്റർ. യെസ് ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 86. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 86 ക്യാൻസൽ ചെയ്യപ്പെട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 87. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് AutoCAD ടോഗിൾ ഡ്രോയിങ് മോഡൽസ് എന്നാണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 87 ഓപ്ഷൻ ഡി ആണ് ഓൺലി 1 and 2. ഓൺലി 1 and 2. യെസ്, അഗെയിൻ ഫ്രം ദ ക്വസ്റ്റ്യൻ AutoCAD ആണ്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് AutoCAD ആണ്. ആൻസർ വരുന്നത് ഓൾ ദി അബൌവ്. യെസ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൾ ദ സ്റ്റേറ്റ്മെന്റ് അബൌവ് ആർ ട്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 89 നോക്കിയേ, 89 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 89. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മാക്സിമം റോഡ് ഗ്രേഡൻ എന്നാണ്. മാക്സിമം റോഡ് ഗ്രേഡൻ എന്നാണ് ചോദ്യം. യെസ്, പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ 1 in 20 ശരിയാണ്. മൗണ്ടൈനസ് ഓർ സ്റ്റീപ്പ് ടെറൈനിൽ അപ് ടു 300 മീറ്റർ 1 in 3rd 25 അല്ല. യെസ്, എത്രയാണ് വരുന്നത്? 5% ആണ് വരുന്നത്. യെസ്, ആൻഡ് ദിസ് ഇസ് എത്രയാണ് വരുന്നത്? 6% ആണ്. സോ 2 and 3 തെറ്റാണ്. ഓപ്ഷൻ 1 ഓൺലി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, 89 ഓപ്ഷൻ എ. 90 നോക്കിയേ, വിച്ച് സീക്വൻസ് ഓഫ് റെക്കഗ്നൈസിംഗ് സർവേ which sequence of recognizing survey to be conducted for a project from the given statement ആണ്. തന്നിരിക്കുന്ന സർവേകളിൽ സീക്വൻസ് ഏതാണെന്നാണ്. ആദ്യത്തേത് ഏരിയൽ റെക്കഗ്നൈസൻസ്, സ്റ്റഡി ഓഫ് ടോപ്പോഗ്രാഫിക്കൽ സർവേ ഷീറ്റ്സ്, ഗ്രൗണ്ട് റെക്കഗ്നൈസിംഗ് സർവേ. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ അവിടുത്തെ മാപ്പാണ് പോയി നോക്കുക. ടോപ്പോഗ്രാഫിക്കൽ ഷീറ്റ് നോക്കും, അതായത് ടോപ്പോ ഷീറ്റ് നോക്കും. എന്നിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏരിയൽ സർവേ നടത്തും. എന്നിട്ട് മാത്രമേ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയാൻ മുതിരുള്ളൂ. യെസ്, അതിന് നമ്മൾ നടക്കുള്ളൂ. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഏതാണ്? ആദ്യം 2, then 1, then 3. സോ ഏതാ വരിക? 2, 1, 3. യെസ്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. അവസാനത്തെ 10 ക്വസ്റ്റിലേക്ക് കടക്കുമ്പോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് എറർ വെൻ ഒക്കേർഡ് വൈൽ റീഡിംഗ് എ ലെവലിംഗ് സ്റ്റാഫ് അഗെയിൻസ്റ്റ് ടോപ്പ് ഓർ ബോട്ടം ഹെയർ ഇൻസ്റ്റെഡ് ഓഫ് സെൻട്രൽ ഹെയർ? എന്താണ്? while reading leveling staff against top or bottom instead of central hair ആയിരുന്നു റീഡ് ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾ വേറെ ഏതോ ഹെയർ അടിസ്ഥാനമാക്കി റീഡ് ചെയ്തു. അത് തെറ്റല്ലേ? യെസ്. വാട്ട് കൈൻഡ് ഓഫ് എറർ? ഇൻസ്ട്രുമെന്റൽ എറർ, എറർ ഇൻ മാനിപ്പുലേഷൻ. ഓപ്ഷൻ സി. എറർ ഇൻ സ്റ്റാഫ് റീഡിംഗ് അല്ലേ? ഓപ്ഷൻ സി. യെസ്, എറർ ഇൻ സ്റ്റാഫ് റീഡിംഗ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ കോണ്ടൂർ മാപ്പ് ആണ് ചോദ്യം. Which of the statements is correct about contour map എന്നാണ്. Uses of contour map ആണ് ടോപ്പിക്. This is used for computing the quantity of earth work required. തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. ശരിയാണത്. ശരിയാണ്. ഓക്കെ അല്ലേ? To draw longitudinal section and cross section to ascertain the nature of the ground in any desired direction. തീർച്ചയായിട്ടും അത് കോണ്ടൂർ മാപ്പ് കൊണ്ട് നമുക്ക് സാധ്യമാണത്. To determine the capacity of the reservoir. തീർച്ചയായിട്ടും. സോ ഈ ടോപ്പിക് ഏതാണ്? ഇപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്ന ടോപ്പിക് ഏതാണ്? യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സി. 92 ഓപ്ഷൻ സി. അടുത്ത് നോക്കൂ. ചൂസ് ദ കറക്റ്റ് ഫുൾ ഫോം GPS. ചോദിക്കാൻ പാടില്ല, എന്നിട്ടും ചോദിക്കാറുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഏതാണ് ഓപ്ഷൻ വരുന്നത്? 93 ഓപ്ഷൻ ബി ഓൺലി 2. ഓക്കെ അല്ലേ? GPS ഒക്കെ ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. 94 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് GPS? ഓക്കെ, ഇറ്റ് ഈസ് എ 3-dimensional തിങ്. യെസ്, ഇറ്റ് ഈസ് എ 3-dimensional സംഭവം അല്ലെ? യെസ്, വേർ ഐ ആം ഓൺ ദ എർത്ത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരം നൽകുന്ന സാധനമാണ് GPS അല്ലെ? 3-dimensional ആണ്. സൈഡ് ഇന്റർവിസിബിലിറ്റി ഈസ് നോട്ട് നീഡഡ്, കാരണം സാറ്റലൈറ്റ് ആണല്ലോ പരിപാടി. റാപ്പിഡ് ഡാറ്റ പ്രോസസിംഗ് വിത്ത് ക്വാളിറ്റി കൺട്രോൾ. തീർച്ചയായിട്ടും. വെരി ഫ്യൂ സ്കിൽഡ് പേഴ്സൺ ആർ റിക്വയർഡ്. തീർച്ചയായിട്ടും. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. 95 നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ്. യെസ്, ഇൻ GPS the coordinate system in GPS. ശ്രദ്ധിക്കുക, coordinate system in GPS navigation are DMS, DDM, UTM. എന്താണ് DDM എന്ന് പറഞ്ഞാൽ? what do you mean by DDM? DDLJ അല്ല, DDM. what is DDM? yes, degree with decimal minute ആണ് DDM.
സോറി ആദ്യം DMS പറയണ്ടേ. DMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി മിനിറ്റ് സെക്കൻഡ്സ് ആണ് അല്ലേ, ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് സിസ്റ്റം. അതായത് നിങ്ങൾ GPS നമ്മൾ പഠിക്കുന്നതാണ് ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ, ബേസ്ഡ് ഓൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ആണ് നമ്മൾ ഒരു പോയിന്റ് ഓൺ എർത്ത് സർഫസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് അല്ലേ. യെസ്, അതായത് ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ആയിരിക്കില്ലേ, എവിടെ ഇൻ ടേംസ് ഓഫ് എന്തായിരിക്കും, ഡിഗ്രി ആയിരിക്കും. ശ്രദ്ധിക്കാം, നോക്കിയേ എർത്തിൽ ഇഫ് യു പ്ലോട്ട് GPS നമ്മൾ പഠിക്കുന്നതാണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ എർത്ത്. യെസ്, ഇങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ആൻഡ് ദീസ് തിങ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ, ദീസ് തിങ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ് വേണ്ടത്. ദിസ് ഈസ് ദ ഇക്വേറ്റർ, അതിന്റെ നോർത്ത് സൈഡിലാണ്. ആൻഡ് ദിസ് ഇസ് ദ പ്രൈം മെറിഡിയൻ, അതിന്റെ ഈസ്റ്റ് സൈഡിലാണ്. അതായത് ഈ പോയിന്റിന്റെ ലൊക്കേഷൻ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? യെസ്, ആദ്യം നിങ്ങൾ ലെറ്റ്സ് സേ A എന്ന് പറയുന്ന പോയിന്റ് ആണ്. A എന്ന് പറയുന്ന പോയിന്റ് ഇക്വേറ്ററിൽ നിന്നും ഇത്ര ദൂരെ, യെസ് നോർത്തിൽ നിന്നും ഇത്ര ദൂരെ. നിങ്ങൾ എങ്ങനെയാ പറയാ? 31 ഡിഗ്രി 30 മിനിറ്റ് 40 സെക്കൻഡ്സ്, 28 ഡിഗ്രി 20 മിനിറ്റ് 45 സെക്കൻഡ്സ്. അതായത് യു ഹാവ് എക്സ്പ്രസ് ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ഡിഗ്രി, കുറച്ചുകൂടി പ്രിസൈസ് ആവാൻ മിനിറ്റിൽ, കുറച്ചുകൂടി പ്രിസൈസ് ആവാൻ സെക്കൻഡിൽ. കോർഡിനേറ്റ് സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ DMS മീൻസ് ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് സിസ്റ്റം ആണ്. ക്ലിയർ അല്ലേ? യെസ്, DDM എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് DDM, ഡിഗ്രി വിത്ത് ഡെസിമൽ മിനിറ്റ്. ഡിഗ്രി വിത്ത് ഡെസിമൽ മിനിറ്റ് ആണ്. ഡിഗ്രി വിത്ത് ഡെസിമൽ മിനിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹലോ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? നോക്കിയ ഡിഗ്രി ഉണ്ട്, അതായത് 21 ഡിഗ്രി. ഡെസിമൽ മിനിറ്റ്സ് ആണ് 31.23 മിനിറ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? 31 മിനിറ്റ് എന്നല്ല പറയുന്നത്, 31.23 മിനിറ്റ് എന്നാണ്. ക്ലിയർ അല്ലേ? ആൻഡ് സിമിലർ ടൈപ്പ് ഓഫ് UTM, that is termed as universal transverse mercator. Yes, what is UTM? universal testing machine അല്ല, universal transverse mercator. Clear അല്ലേ? Yes, it is a kind of map projection ആണ്. യെസ്, മാപ്പിംഗ് പ്രൊജക്ഷൻ ആണ്, അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി ആണ്. നമുക്കറിയാം ദ മിനിമം സെഗ്മെന്റ് ഓഫ് GPS ആർ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. GPS-കളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളാണ് അതേപോലെ വന്നിരിക്കുകയാണ്. ദ മിനിമം സെഗ്മെന്റ് ഓഫ് ദ GPS ആർ സ്പേസ് ഓർബിറ്റ് യൂസർ. അല്ല, അത് തെറ്റാണ്. ഏതൊക്കെയാണ് മിനിമം സെഗ്മെന്റ്? ഏതൊക്കെയാണ്? 3 സെഗ്മെന്റ് ആണുള്ളത്. യെസ്, അത് ഉപയോഗിക്കുന്ന ആൾ യൂസർ സെഗ്മെന്റ്. യെസ്, ആൻഡ് സാറ്റലൈറ്റ് കറങ്ങുന്ന സാധനം സ്പേസ് ആണ്. ഇതാണ് 1, ഇതാണ് 2, സോറി അതാണ് 3. 2 എന്താണ്? ദർ ഇസ് എ കൺട്രോൾ സെഗ്മെന്റ്. സാറ്റലൈറ്റിനെ ഇങ്ങനെ വെറുതെ ഊരി വിട്ടാൽ മതിയോ? അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർബിറ്റിലൂടെ കറങ്ങണം മിസ്റ്റർ. അഥവാ അതിന്റെ ഓർബിറ്റൽ പാത്തിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ സെയിം ഓർബിറ്റ്. അതിനുവേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെഗ്മെന്റ്സ് ആർ ദർ ഇൻ ദ എർത്ത്. 5 കൺട്രോൾ സെഗ്മെന്റ്സ് ഉണ്ട് GPS-ന്. ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ആണ്. സോ നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ഇൻ GPS ഈസ് 3 ആണ്. യൂസർ, കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് സ്പേസ് ആണ്. ഇവിടെ ഓർബിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്ലിയർ? മൂന്നാമത്തെ നോക്കിയേ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രാക്ക് ദ പൊസിഷൻ ഓഫ് ദ റിസീവർ യൂസിങ് GPS സാറ്റലൈറ്റ്. അത് ശരിയാണ്. നിങ്ങൾക്ക് GPS റിസീവർ, നമ്മുടെ മൊബൈൽ എന്താണ്? GPS റിസീവർ ആണ്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. വി ക്യാൻ ട്രാക്ക് ദ GPS സാറ്റലൈറ്റ് ബട്ട് വി കനോട്ട് ട്രാക്ക് ദ GPS റിസീവർ. ഓക്കെ, സോ ബി ശരിയാണ്. B only 1 and 3 statement are true. Clear? Yes, let's move to the next question. Question number 96. Which of the following statement is or wrong about GPS ആണ്? Wrong ആണ് ചോദ്യം. Wrong ആണ്. Question number 96. Yes, the GPS itself does not require internet connection. ശരിയാണ്. നെറ്റ് വേണ്ട. Okay. Yes, GPS receiver do not transmit, തീർച്ചയായിട്ടും any information do not transmit, they only receive. Okay. Statement 3. 3 GPS satellites. Yes. No. Wait. അത് തെറ്റാണ്. GPS itself does not require internet. Yes, that statement is, which of the following statement is wrong എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? Which of the following statement is wrong എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes, ആ സ്റ്റേറ്റ്മെന്റ്. Yes. Wait. GPS itself does not require an internet connection. So നോക്കിയേ, which of the following is wrong about GPS എന്നാണ് ചോദ്യം.
GPS itself does not require interconnection. Yes, നമ്മൾ പറഞ്ഞ പോലെ അത് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Yes, wrong എന്ന് വായിച്ചപ്പോഴേ. Yes, GPS receiver do not transmit. Yes, ശരിയാണ്, അതും ശരിയാണ്. The 3 GPS satellite signals are used to compute the position in 3 dimension and the time of offset in receiver clock ആണ്. That statement is wrong. Okay അല്ലേ? 3 അല്ല, ചിലപ്പോൾ 4 വേണ്ടി വരും for more accurate. Yes, so option only wrong statement is option C. യെസ്, ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് GPS വരച്ച് കാണിക്കുന്നതാണ്. കാര്യങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 97 നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് എന്നാണ് നോക്കിയേ. യെസ്, GPS ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. ശരിയാണ്. ട്രയാങ്കുലേഷൻ ഈസ് ദ ബേസിസ് ഓഫ് GPS. യെസ്, ശരിയാണ്. GPS minimum constellation to meet the objectives of DOD Department of Defense is 24 operational satellites ആണ്. 24 സാറ്റലൈറ്റുകൾ അടങ്ങുന്ന സാധനമാണ് GPS. അതിൽ 21 എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, 3 സാറ്റലൈറ്റുകൾ ബാക്കപ്പ് ആണ്. ഓക്കെ അല്ലേ? യെസ്, ട്രയാങ്കുലേഷൻ ഓർ ആ പ്രിൻസിപ്പിളിനെ നമ്മൾ ട്രൈലാറ്ററേഷൻ എന്നും പറയാറുണ്ട്. ദ പ്രിൻസിപ്പിൾ ഓഫ് GPS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ട്രൈലാറ്ററേഷൻ or എന്താണ്, or triangulation. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് GPS ആണ്. അതായത് നിങ്ങൾക്ക് ഒരു പോയിന്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ യു നീഡ് 3 സാറ്റലൈറ്റ്സ്. മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ് റിക്വയർഡ് എത്രയാണ്? 3 ആണ്. ഓക്കെ, യെസ്, സാറ്റലൈറ്റ് നമ്പർ 1 അതിന്റെ വിസിബിലിറ്റി ഇത്രയായിരിക്കും. സോ ഈ പോയിന്റ് ഈ സാറ്റലൈറ്റിന്റെ ആ വിസിബിലിറ്റിയിൽ എവിടെയോ ഉള്ളത്, ഇതാണ് സാറ്റലൈറ്റ് വരച്ചിരിക്കുന്നത്. അത് എക്സാക്ട്ലി അറിയാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു സാറ്റലൈറ്റും കൂടി യൂസ് ചെയ്യാണ്. യെസ്, അതിന്റെ വിസിബിലിറ്റി ലെറ്റ്സ് സേ ഇങ്ങനെയാണ്. അതായത് 2 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് മൈന്യൂട്ട് ചെയ്യാൻ പറ്റി. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ഞാൻ മാറ്റി വരയ്ക്കാം ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യണ്ടേ? ഇല്ലേ, കാര്യമില്ലല്ലോ. യെസ്, വെയിറ്റ്, ഒന്നെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് യെസ് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കും. എവിടെയാണ് നമുക്ക് കറക്റ്റ് അറിയില്ല. ഒരു സാറ്റലൈറ്റും കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ there is a precise location. S3 എന്ന് പറയുന്ന സാറ്റലൈറ്റും കൂടി വെച്ചാൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒബ്ജക്റ്റ് എവിടെയാണ്. ഈ 3 സാറ്റലൈറ്റുകളുടെയും വിസിനിറ്റി, അതിന്റെ ഒരു റേഞ്ച് കോയിൻസൈഡ് ചെയ്യുന്നത് ഒരേ ഒരു സിംഗിൾ പോയിന്റിലാണ്. അപ്പൊ നമുക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ആ പോയിന്റിനെ. നോക്കിയേ, ഇപ്പോൾ 3 സാറ്റലൈറ്റേ യൂസ് ചെയ്തുള്ളൂ. ഒരു സാറ്റലൈറ്റും കൂടി യൂസ് ചെയ്താന്ന് വെച്ചോ, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ സാധനം ആക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ട്രയാങ്കുലേഷൻ, ട്രൈലാറ്ററേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് GPS ആണ്. ക്ലിയർ അല്ലേ? ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 98. നേരത്തെ ആൻസർ പറഞ്ഞല്ലേ? യെസ്, 97 ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഓപ്ഷൻ ഡി, ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 98 നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് GPS ആണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, Mobic is an application of GPS for visually impaired. Yes, correct ആണ്. Mobic ഉണ്ട്, ദൃഷ്ടി ഉണ്ട്. ദൃഷ്ടി എന്ത് തന്നെയാണ്? ദൃഷ്ടി is an application of GPS in agriculture അല്ല. That is also എന്താണ്? A GPS അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് ഫോർ വിഷ്വലി ഇംപയർഡ് പീപ്പിൾ. കാണാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ആപ്പ് ആണ്. 3. The principle of GPS is the measurement of distance between the receiver and the satellite. ശരിയാണ്. അതല്ല ഇപ്പൊ പറഞ്ഞത്. നോക്കിയേ, ഈ പറയുന്ന സാറ്റലൈറ്റ് കാണുന്നുണ്ടോ? നോക്കൂ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ സാറ്റലൈറ്റ്. അവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് D, ഇതാണ് D1 ഡിസ്റ്റൻസ്. അടുത്ത സാറ്റലൈറ്റിലുള്ള ഡിസ്റ്റൻസ് D2, അടുത്ത സാറ്റലൈറ്റിലുള്ള ഡിസ്റ്റൻസ് D3, അതിന്റെ അടുത്ത സാറ്റലൈറ്റിലുള്ള ഡിസ്റ്റൻസ് D4. ഇങ്ങനെ സാറ്റലൈറ്റിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം എന്നുള്ളതും കൂടി എന്താണ്? അതിന്റെ ഒരു പ്രാഥമികമായ ഘട്ടമാണ് അല്ലെങ്കിൽ ഭാഗമാണ്. സോ എന്താ വരിക? 98 ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി, ഓൺലി 1 and 3 സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 99. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. GPS, യെസ്, ഇൻകറക്റ്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? GPS ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ടെലിമെഡിസിൻ. മരുന്ന് കുറിക്കാൻ വേണ്ടി GPS കൊണ്ട് പറ്റൂല. GPS can be used in the ground to get satellite image. Yes. GPS has developed into cost-effective tool for updating GIS and CAD system. ശരിയാണ്. ആപ്ലിക്കേഷൻ ആണ്. സോ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്, മരുന്ന് കുറിക്കാൻ പറ്റൂല. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ അടുക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കമ്പോണൻസ് ഓഫ് GPS റിസീവർ ആണ്. ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ശരിയാണ്. GPS-ന്റെ കമ്പോണൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളും, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ് ആർ ദ കമ്പോണൻസ് ഓഫ് GPS ആണ്.
കഴിഞ്ഞ ഡ്രാഫ്റ്റ്മാൻ കം സർവേയർ ഇൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ 100 ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യനുകളാണ്. മോഡേൺ സർവേയിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യനുകൾ കണ്ടു. സെഷൻ അവസാനിക്കുന്ന മുമ്പ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാണ്. സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും ഓവർസിയർ സിവിലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സന്തോഷ വാർത്ത. നമ്മൾ ഓവർസിയറിന്റെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈവ് ക്ലാസ്സസ് ആണ്. എല്ലാ കണ്ടന്റും ആപ്പ് വഴിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണ്. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ, ദ മോസ്റ്റ് അഫോർഡബിൾ കോസ്റ്റിൽ 3999 രൂപയ്ക്കാണ് കോഴ്സ് മുഴുവൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ തന്നെ വീണ്ടും ഈ പറഞ്ഞ ഓവർസിയറിന്റെ ഓഫ്ലൈൻ ബാച്ചസും സ്റ്റാർട്ട് ചെയ്യാണ്. കോഴിക്കോട് മാവൂർ റോഡ് ക്യാമ്പസിൽ വെച്ചിട്ട് ഏപ്രിൽ 4-ാം തീയതി മുതൽ ക്ലാസ്സസ് ആരംഭിക്കുന്നതായിരിക്കും. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ് ബെസ്റ്റ് കണ്ടന്റ്, മുഴുവൻ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത് വെറും 10,000 രൂപയ്ക്ക്. ക്ലിയർ അല്ലേ? സോ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ച് ചോദിച്ചറിയുക. പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.